ലോകത്തിൻ്റെ മാറ്റൊലിയും എക്കോസ് ഓഫ് എർത്ത് വേഴ്സസ് എക്കോസ് ഓഫ് ഹെവൻ. നാം ദൈനംദിനം ഈ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്തിൻ്റെ ശബ്ദവും സ്വർഗത്തിൻ്റെ ശബ്ദവും. എന്നാൽ ലോകത്തിൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ കുറച്ചും കൂടെ വിപുലമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ ശബ്ദം എന്നതിലുപരിയായി പിശാചിൻ്റെ പാതാളത്തിൻ്റെ പ്രേരണയാൽ ഉളവായി വരുന്ന ശബ്ദം. സ്വർഗത്തിൻ്റെ ശബ്ദം എന്നതിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തിൻ്റെ ശബ്ദം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രികാലം നമുക്ക് അതിനെ ചില ഭാഗങ്ങളിൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഈ എക്കോസ് ഓഫ് ഹെവൻ അല്ലെങ്കിൽ സ്വർഗീയ ശബ്ദം, ഭൂമിയുടെ ശബ്ദമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിനെ 3 ആസ്പെക്റ്റിൽ നമുക്ക് ആ വിഷയത്തെ ശ്രദ്ധിക്കുവാൻ കഴിയും. സ്വർഗീയ ശബ്ദം, ഭൂമിയിൽ നിന്ന് ഉയരുന്നതായ ശബ്ദം. ആ ശബ്ദത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ അതിന് 3 വിധത്തിൽ നമുക്കതിനെ പഠിപ്പാൻ കഴിയും. ഒന്നാമതായി, നാം അറിയാത്തതായ ഒരു മണ്ഡലത്തിൽ, നാം അറിയാത്തതായ ഒരു ഏരിയയിൽ ഈ 2 എക്കോസ് തമ്മിൽ, ഈ 2 ശബ്ദങ്ങൾ തമ്മിൽ ഒരു വലിയ പോരാട്ടമുണ്ട്. രണ്ടാമതായി, നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ കാതുകളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ 2 ശബ്ദങ്ങൾ അലയടിക്കും. 3, ലോകത്തിൽ മുഴങ്ങി കേൾക്കേണ്ടതായിട്ടുള്ള സ്വർഗത്തിൻ്റെ ശബ്ദവും ലോകത്തിൽ മുഴങ്ങി കേൾക്കുന്നതായ ലോകത്തിൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ പാതാളത്തിൻ്റെ ശബ്ദവുമുണ്ട്. ഒന്നുകൂടെ ഞാൻ ബ്രീഫായിട്ട് പറയട്ടെ. ഒന്ന്, നാം അറിയാത്ത തലത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്വർഗീയ ശബ്ദമുണ്ട്. നാം അത് അറിയുന്നില്ല, അത് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. നാം അറിയാതിരിക്കും നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സൗണ്ട് ഫ്രം എർത്ത്, സൗണ്ട് ഫ്രം ഹെൽ സൗണ്ട് ഉണ്ട്. അത് നാം അറിയുന്നേ ഇല്ല. രണ്ടാമതായി, നമ്മുടെ കാതുകളിൽ, നമ്മുടെ ഹൃദയത്തിൽ നാം കേൾക്കുന്നതായ ഒരു ശബ്ദമുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് ആ ശബ്ദം കേൾക്കും, ഭൂമിയിൽ നിന്ന് ആ ശബ്ദം കേൾക്കും. 3, ലോകത്തിൽ ഈ 2 ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്, കേൾക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമതായി നമുക്ക് കടന്നു വരാം. നാം അറിയാത്ത മേഖലയിൽ, നാം അറിയാത്ത ഒരു സ്ഥലത്ത്, നാം അറിയാത്ത ഒരിടത്ത്, ഹല്ലേലൂയ, നാം അറിയാത്ത ഒരിടത്തൊരു സ്വർഗീയ ശബ്ദം അല്ലെങ്കിൽ ഒരു പാതാളത്തിൻ്റെ ശബ്ദം, ഒരു ദൈവിക ശബ്ദവും ഒരു പൈശാചിക ശബ്ദവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തെ ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഒരു വ്യക്തിക്ക് വിരോധമായി സ്വർഗത്തിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ശബ്ദവും ആ വ്യക്തിയെ ബാധിക്കുന്നതായി സ്വർഗത്തിന് വിരോധമായ ഒരു ശബ്ദവുമുണ്ട്. ഉദാഹരണമായി ഞാൻ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ അവിടെ നമുക്ക് ഒരു 9-ാം വാക്യത്തിൽ നമുക്കൊരു ശബ്ദത്തെ കാണുവാൻ കഴിയും. 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ശബ്ദം ഇങ്ങനെയാകുന്നു ചോദിക്കുന്നത്. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? വീണ്ടും അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. ഹി വിൽ കേഴ്സ് യു ടു യുവർ ഫേസ്. അപ്പൊ നാം അറിയുന്നില്ല ഇങ്ങനെ ഒരു ശബ്ദം നമുക്കെതിരായി മുഴങ്ങുന്നത്. സ്വർഗത്തിൽ ഭൂമിയിൽ നിന്നൊരു ശബ്ദം, പിശാച്, ഇത് ഭൂമിയുടെ ഒരു എക്കോയാണ്. കാരണം ഈ ദൈവം സാത്താന്റെ അടുക്കൽ ചോദിക്കുകയാണ്, സാത്താൻ നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ പറഞ്ഞു, ഞാൻ ഭൂതലമെങ്ങും ഊടാടിയിട്ട് ഭൂമിയിൽ നിന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് വന്നിരിക്കുന്ന ഞാൻ ഭൂമിയിലെ ഒരു ശബ്ദം നിന്നോട് പറയാം. ഇയ്യോബ് വെറുതെയാണോ നീതിമാനായിരിക്കുന്നത്? അവനെ ഒന്ന് തൊട്ടാൽ അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ചു പറയും, അവൻ നിന്നെ ശപിക്കും. ഹി വിൽ കേഴ്സ് യു. ആമേൻ. ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം, നമുക്ക് വിരോധമായി ശത്രു സാത്താൻ പറയുകയാണ്, ഇവൻ പ്രാർത്ഥിക്കുന്നു, ഇവൻ പെന്തക്കോസുകാരനായിരിക്കുന്നത് വെറുതെയാണ്, ഇവൻ ദൈവ പൈതലായിരിക്കുന്നത് വെറുതെയാണ്. അവൻ്റെ സാഹചര്യത്തിൽ ഒരു പ്രതികൂലത വന്നാൽ അവൻ നിന്നെ തള്ളി പറഞ്ഞിട്ട് പോകും. ഹീ ഈസ് നോട്ട് സിൻസിയർ, ഹീ ഈസ് നോട്ട് സിൻസിയർ എന്ന് പറയുന്നതായ നാം ആത്മാർത്ഥതയോടുകൂടെ അല്ല ദൈവത്തെ അനുഗമിക്കുന്നത്. നമുക്ക് ദൈവത്തോട് ഈ പറയത്തക്കതായ പ്രതിബദ്ധതയൊന്നുമില്ല, നമുക്കങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തിന് വിരോധമായി നമുക്കെതിരായി സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ആകയാൽ ഈ ശബ്ദം എന്തിനു വേണ്ടിയാണ് ആ ശബ്ദം മുഴങ്ങുന്നത് എന്ന് വീണ്ടും അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. അപ്പോൾ വീണ്ടും ഈ ശബ്ദം പോയി ദൈവത്തിന്റെ അടുക്കൽ പറയുകയാണ്, ഇയ്യോബ് പ്രതികാര ചിന്തയുള്ളവനാണ്. ത്വക്കിന് പകരം ത്വക്ക് എന്ന് പറഞ്ഞാൽ ഹി വിൽ ഡു റിവെഞ്ച്. അവൻ പ്രതികാരം ചെയ്യും. ഇയ്യോബിനെ
കുറിച്ച് പറയുകയാണ്, അവൻ പ്രതികാരം ചെയ്യും. അവന്റെ സാഹചര്യത്തിന്റെ അനുകൂലത കൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നത്, അല്ലാതെ അവൻ ഭക്തനല്ല. ഒരു ദൈവ പൈതൽ, എനിക്കും നിങ്ങൾക്കും വിരോധമായി പിശാച് ഉയർത്തുന്ന ഒരു ശബ്ദമുണ്ട്. ഇവൻ ശരിയല്ല, ഇവൻ പ്രാർത്ഥനാ മനുഷ്യനല്ല, ഇവൻ പ്രാർത്ഥിക്കുന്നത് വെറുതെയാണ്, ഇവൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്, ഇവന് നിന്നോട് സ്നേഹമുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. ഇപ്രകാരം സാത്താൻ പോയി ദൈവസന്നിധിയിൽ ഒരു എക്കോയിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് നോട്ട് സിൻസിയർ, ഹി ഈസ് നോട്ട് ഫെയ്ത്ത്ഫുൾ, ഹി ഈസ് നോട്ട്, അവൻ നിന്നോട് വിധേയത്വമുള്ളവനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്വർഗം അതിലവിടെ എന്താണ് പറയുന്നത് അറിയാവോ? യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്വർഗം പറയുകയാണ്, എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചോ, അവനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്നരുളി ചെയ്തു. വീണ്ടും 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ, അവനെ പോലെ നിഷ്കളങ്കനും, നേരുള്ളവനും, ദൈവഭക്തനും, ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ഒരു ഭക്തനെ സംബന്ധിച്ച് സ്വർഗം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. ഇവൻ നല്ലവനാ, ഇവൻ വിശ്വസ്തനാ, ഇവൻ ദൈവസ്നേഹമുള്ളവനാ, ഇവൻ കൃപയുള്ളവനാ, ഇവൻ എന്നെ അനുഗമിക്കുന്നവനാ. അവിടെ ദൈവം ഒരു ക്ലെയിം ചെയ്യുകയാണ്, ഇവൻ വിശുദ്ധനാണ്, ഇവൻ വിശ്വസ്തനാണ്, ഇവൻ എന്നെ അനുഗമിക്കുന്നവനാണ്. പക്ഷെങ്കിൽ പിശാച് അവിടെ ചെന്ന് പറയുകയാണ്, നോ, ഹി ഈസ് നോട്ട് ഫെയ്ത്ത്ഫുൾ, ഹി ഈസ് നോട്ട് ലയബിൾ, ഹി ഈസ് നോട്ട് ലവിങ് യു. അവിടെ നമ്മളുടെ വിശ്വാസം പൊളിയാണ്, നമ്മൾ കള്ളന്മാരാണെന്ന് ദൈവസന്നിധിയിൽ പോയി പറയുന്നതായ ഒരു ഇരുൾബലം. ഇത് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിന് വിരോധമായി എപ്പോഴും ഈ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, ഇതിൽ ഏത് ശബ്ദം വിജയിക്കും? ഇതിലേത് ശബ്ദം വിജയിക്കും? സ്വർഗത്തും ഭൂമിയും തമ്മിൽ നമ്മളെ വെച്ചൊരു കാര്യം പറയുകയാണ്, അവൻ വിശ്വാസ വീരനാണ്, അവൻ ഭക്തനാണ്, അവൻ പ്രാർത്ഥനാ മനുഷ്യനാണ്, അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്, അവൻ പരമാർത്ഥിയാണ്. ദൈവം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാച് ഇപ്പുറത്തിരുന്ന് പറയാം, അവൻ പ്രാർത്ഥിക്കും, അവൻ ആരാധിക്കും, ചുമ്മാതാണെന്നേ, അവനൊരു പേപ്പർ ഒന്ന് തോറ്റു നോക്കട്ടെ, അവനൊരു 2 ആഴ്ച ജോലി ഇല്ലാതിരിക്കട്ടെ, അവൻ്റെ കല്യാണം നടക്കാതിരിക്കട്ടെ, അവനെക്കാട്ടിലും മുമ്പേ അവൻ്റെ കൂടെ പഠിച്ചവർക്കെല്ലാം നല്ല അഡ്മിഷൻ കിട്ടട്ടെ, അവനെക്കാട്ടിലും മുമ്പാകെ അവളുടെ കൂടെ പഠിച്ചവർക്കെല്ലാം ജോലി കിട്ടട്ടെ, അവളുടെ കൂടെ പഠിച്ചവരുടെ ഒക്കെ കല്യാണം നടന്നിട്ടും ഇവളുടെ കല്യാണം നടക്കാതിരിക്കട്ടെ, കാണാം ഇവൻ വെറുതെയാണ് നിന്നെ അനുഗമിക്കുന്നത്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മളുടെ ഫെയ്ത്ത്, നമ്മളുടെ ലവ്, നമ്മളുടെ ഫെയ്ത്ത്ഫുൾനെസ് ഇത് വെറുതെയാണെന്ന് പറയുന്നതായ ഒരു അന്ധകാര ബലം എപ്പോഴും നാം അറിയാതെ സ്വർഗത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് ഒരു ആവേശം ഉണ്ടായിരിക്കണം. ഇല്ല, പിശാച് എന്നെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഇവനെ കൊണ്ട് ഇവൻ വിശ്വസ്തനല്ല, ഇവൻ ഭക്തനല്ല, ഇവൻ ദൈവസ്നേഹമുള്ളവനല്ല എന്ന് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ തെളിയിക്കും, പിശാച് പറഞ്ഞതല്ല സത്യം, എൻ്റെ ദൈവം പറഞ്ഞ, ഞാൻ വിശ്വസ്തനാണെന്ന്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്ന്, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നവനാണെന്ന്, അങ്ങനെ ഞാനത് വെളിപ്പെടുത്തും. യെസ്, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും സ്വർഗം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അവൻ നല്ലവനാ, അവൻ നല്ലവനാ, അവൻ നല്ലവനാ. എന്നാൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പിശാച് പറയുന്നുണ്ട്, നോ, അവൻ നല്ലവനല്ല, അവൻ ദുഷ്ടനാണ്. ഇത് നമ്മൾ അനേക ഇടങ്ങളിൽ കാണുവാൻ കഴിയും. സെഖറിയ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഭാഗമാണ്. സെഖറിയ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, സെഖറിയ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതിന്റെ 1-ാം വാക്യത്തിൽ, സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. അവിടെ സാത്താന്റെ ഒരു ശബ്ദമുണ്ട്. സാത്താൻ എന്താ പറയുന്നറിയോ? ഇവൻ കുറ്റക്കാരനാണ്, അവൻ ശരിയല്ല, അവൻ ശരിയല്ല, അവൻ ശരിയല്ല. പക്ഷേ അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ ദൈവം പറയുകയാണ്. 2-ാം വാക്യത്തിൽ പറയുകയാണ്, നോ, അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. ദൈവം അവനെ ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുകയാണ്. ദൈവം അവനെ ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുന്നു. മാത്രമല്ല, ദൈവം 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവനെ സാങ്ക്ടിഫൈ ചെയ്ത് സംസാരിക്കുന്നു. 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്നാമത്, ദൈവം അവനെ ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുകയാണ്. 2, ദൈവം അവനെ സാങ്ക്ടിഫൈ ചെയ്യുവാൻ വേണ്ടി സംസാരിക്കുകയാണ്. ലോകവും പിശാചും നമ്മളെ കണ്ടം ചെയ്ത് സംസാരിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മളെ ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുവാൻ, നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമുക്ക് ഒരു ചലഞ്ച് ഉണ്ടായിരിക്കണം. ഞാൻ ദൈവശബ്ദം ദൈവം പറയുന്നതിന് ഞാൻ തെറ്റായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കത്തില്ല. അമേൻ, അമേൻ, അമേൻ. ഇന്ന് പകൽക്കാലം എൻ്റെ കുഞ്ഞുങ്ങളെ, സ്വർഗവും ലോകവും തമ്മിൽ ഒരു ശബ്ദം ധ്വനി ഉണ്ടാവുകയാണ്. സ്വർഗം പറയുകയാണ്, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. ലോകം പറയുകയാണ്, നോ, ഹി ഈസ് നോട്ട് ഫെയ്ത്ത്ഫുൾ.
സ്വർഗം പറയുക, ഇവൻ എന്ത് കഷ്ടം വന്നാലും എന്നെ അനുഗമിക്കും. ലോകം പറയാം, അവന്റെ 4ാമത്തെ സെമസ്റ്ററിലെ ഒരു പേപ്പർ നീ ഒന്ന് കളഞ്ഞു നോക്ക്, അവൻ അന്ന് നിന്റെ അടുത്ത് സല്യൂട്ട് പറഞ്ഞ് വേറെ വഴിക്ക് പോകും. ആമേൻ. ദൈവം പറയാ, അവൻ ലോകത്തിന്റെ സുഖത്തിനൊന്നുമല്ല എന്നെ സ്നേഹിക്കുന്നത്, അവൻ എന്നെയാ സ്നേഹിക്കുന്നത്. പിശാച് പറയും, അവനെ 2 ഇന്റർവ്യൂവിനൊന്ന് തോപ്പിച്ചു നോക്കാം, അവൻ അപ്പം നിന്റെ അടുത്ത് സല്യൂട്ട് പറഞ്ഞു പോകും. ഈ രാത്രി എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ഇതിൽ ഏത് ശബ്ദം നമ്മളിൽ ജയിക്കും? ഈ പ്രാർത്ഥനയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ 3 ദിവസത്തെ ഈ എൻകൗണ്ടറുകളിൽ അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. ഞാൻ എന്ത് വന്നാലും കർത്താവിനെ വിട്ടുപോകത്തില്ല. കാരണം അത് പിശാച് പറഞ്ഞ കാര്യമാണ്. നോ, അത് ലോകം പറഞ്ഞ കാര്യമാണ്. ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനെ അനുഗമിക്കുമെന്ന്. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനെ സ്നേഹിക്കുമെന്ന്. എൻ്റെ കർത്താവിനൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പിന് അന്യമായിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല. ആ ഉറപ്പിന് അന്യമായിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല. എൻ്റെ കർത്താവിന് എൻ്റെ മേളിലൊരു ഉറപ്പുണ്ട്. എൻ്റെ കർത്താവിന് എൻ്റെ മേളിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനപ്പുറമായിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് നമ്മുടെ മേലൊരു വിശ്വാസമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മേലൊരു വിശ്വാസമുണ്ട്. അവൻ അങ്ങനെ ചെയ്യത്തില്ല, എൻ്റെ കൊച്ച അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയത്തില്ലേ? അതുപോലെ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ നോക്കി പറയുന്നുണ്ട്, എൻ്റെ കൊച്ച അങ്ങനെ ചെയ്യത്തില്ല. ആമേൻ. പിശാച് പറയാ, അവൻ അതല്ല അതിൻ്റെ അപ്പുറം ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വർഗം പറയാ, എൻ്റെ കൊച്ചങ്ങനെ ചെയ്യത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവം സ്വർഗത്തിൻ്റെ ആ പ്രതിധ്വനി നമ്മൾ നശിപ്പിക്കരുത്. അത് നമ്മളുടെ കടമയാണ്. രണ്ടാമതായി, നാം അറിയാത്തതായ ഒരു ശബ്ദം, ആമേൻ, നാം അറിയാത്ത മണ്ഡലത്തിൽ നമുക്ക് നമ്മളെ സംബന്ധിക്കുന്നതായ എക്കോ ഓഫ് ഹെവൻ ആൻഡ് എക്കോ ഓഫ് എർത്ത് ഓർ ഹെൽ നമുക്ക് കാണുവാൻ കഴിയും. നാം അതിലേക്ക് കടന്നു വരണമെങ്കിൽ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, മാത്യു ചാപ്റ്റർ 2 വേഴ്സ് 13, 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട്. യേശു കർത്താവ് ജനിക്കുകയാണ്. യേശു കർത്താവ് ജനിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു വിഷയം, അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. അടുത്തത് ഭൂമിയിലെ ഒരു ശബ്ദമാണ് ഇവിടെ ദൂതൻ യോസഫിനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണെന്നറിയാമോ? ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. എക്കോ ഓഫ് സെർച്ചിങ്, to kill, about to search for the child to destroy him. അതിൽ ഒരു ഭാഗത്ത് അവനെ കൊല്ലുവാൻ നശിപ്പിക്കുന്നുവെന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ചില ട്രാൻസ്ലേഷനുകളിൽ പറയുന്നത് ടു കിൽ ഹിം എന്നാണ്. എന്നാൽ ചില ട്രാൻസ്ലേഷനുകളിൽ വ്യക്തമായി പറയുന്നത് about to search for the child to destroy him, അവനെ നശിപ്പിക്കുവാൻ. എനിക്കും നിങ്ങൾക്കും വിരോധമായി ലോകത്തിൽ നിന്നൊരു ശബ്ദം മുഴങ്ങി കേൾക്കുന്നുണ്ട്. എന്താണ് ആ ശബ്ദം പറയുന്നതെന്ന് അറിയാമോ? ഡിസ്ട്രോയ് ഹിം, ഡിസ്ട്രോയ് ഹിം, ഡിസ്ട്രോയ് ഹിം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു സത്യം അറിയണം. നിങ്ങൾ ജനിക്കുന്ന നാൾ തുടങ്ങി നിങ്ങൾ വളരുന്ന ഓരോ ദിവസവും പിശാച് നിങ്ങൾക്കെതിരായി ഒരു ശബ്ദമുയർത്തുന്നുണ്ട്. ഡിസ്ട്രോയ് ഹിം, ഡിസ്ട്രോയ് ഹിം, ഡിസ്ട്രോയ് ഹർ. അവനെ നശിപ്പിക്കണം, അവനെ നശിപ്പിക്കണം. യേശു ജനിച്ചു എന്നറിഞ്ഞ സമയം തുടങ്ങി ഹെരോദാവ് പറയുന്ന ഒരു ശബ്ദമാണ്, അവനെ നശിപ്പിക്കണം, അവനെ നശിപ്പിക്കണം, അവനെ നശിപ്പിക്കണം, അവനെ നശിപ്പിക്കണം. ഈ രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം, എക്കോ ഓഫ് എർത്ത്, എക്കോ ഓഫ് ഹെൽ, എക്കോ ഓഫ് സൈറ്റൻ. അവൻ എന്താണ് പറയുന്നത്? ഡിസ്ട്രോയ് ഹിം, ഡിസ്ട്രോയ് ഹിം, ഡിസ്ട്രോയ് ഹിം, ഡിസ്ട്രോയ് ഹിം. ഒരു വ്യക്തിയെ പിശാച് നശിപ്പിക്കുമ്പോൾ, ഒരു വ്യക്തിയെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ, എന്താണ് ഒരു വ്യക്തിയെ നശിപ്പിക്കുക എന്ന് പറയുന്നത്? ഒരു വ്യക്തിയെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ 4 തലത്തിലാണ് അവനെ നശിപ്പിക്കുന്നത്. ഒരുവൻ നശിച്ചു എന്ന് പറയുന്നതിന് 4 തലമുണ്ട്. എങ്ങനെ ഒരു മനുഷ്യൻ നശിച്ചു എന്ന് പറയുന്നത്? ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നശിച്ചാൽ അവൻ നശിച്ചു. ഈ രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഞാൻ ചിലപ്പോൾ ചില വിഷയങ്ങൾ പറയുമ്പോൾ പാസ്റ്റർ പ്രോസ്പെരിറ്റി പറയുകയാണോ എന്ന് ചിന്തിക്കും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ നാളുകൾ നമ്മൾ തിരിച്ചറിയേണ്ട വിഷയമാണ്. ഒരു മനുഷ്യനെ വിരോധമായി പിശാച് അവനെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന 4 മേഖലകളുണ്ട്. ഒന്നാം, അത് വചനങ്ങളൊന്നും ഞാൻ ഒത്തിരി വിശദീകരിക്കാതെ പേഴ്സണലി പറഞ്ഞങ്ങ് പോയിക്കൊള്ളാം, തുറന്നത് പറയാം. ഒന്ന്, ഒരു മനുഷ്യരെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ദൈവം എന്നിലും നിങ്ങളിലും ഒരു അപ്പോയിൻമെന്റ് വെച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നശിപ്പിക്കണം. അതാണ് പിശാചിന് ഒന്നാമത്തെ പ്ലാൻ. അപ്പൊ അവൻ എപ്പോഴും പറയുകയാണ്, സെർച്ച് ഹിം ടു ഡിസ്ട്രോയ്, അവനെ നശിപ്പിക്കണം. എന്താണ് നശിപ്പിക്കേണ്ടത്? അതിൽ ഒന്നാമത്തെ വിഷയം, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്.
ഒരു പക്ഷേ അതൊരു മിഷനറി ആയിരിക്കാം, ഒരു പക്ഷേ അതൊരു ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കാം, ഒരു പക്ഷേ അതൊരു അപ്പോളജിസ്റ്റ് ആയിരിക്കാം, ഒരു പക്ഷേ അതൊരു ചർച്ച് പ്ലാന്റിംഗ് ആയിരിക്കാം, അതൊരു പക്ഷേ ഒരു പ്രീച്ചിങ് ആയിരിക്കാം, അതൊരു പക്ഷേ ഒരു വർഷിപ്പ് ലീഡിങ് ആയിരിക്കാം, അത് ഒരു പക്ഷേ എന്താ പറയുന്നത് ഒരു 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 അനാഥാലയം നടത്തുക എന്നുള്ളതായിരിക്കാം. ഒരു പക്ഷേ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് സമൃദ്ധി നൽകി ആ സമൃദ്ധി കൊണ്ട് ഒത്തിരി 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 കുഞ്ഞു മക്കളെ, ഒത്തിരി അനാഥരെ, അങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കാം. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു അപ്പോയിൻമെന്റ് ഉണ്ട്. ആമേൻ. ദൈവത്തിന് അത് നല്ല, നമ്മൾ എപ്പോഴും പറയുന്ന ഭാഗത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഒരു നിയോഗമുണ്ട്. ഒരു നിയോഗം. ആൻ അനോയിന്റിങ് ഈസ് ആൻ അപ്പോയിന്റിങ്. ദൈവം എനിക്കും നിങ്ങൾക്കും അഭിഷേകം നൽകുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ പിശാച് അന്ന് തുടങ്ങി ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഉദ്ദേശം സാധിക്കരുത്, ഈ ഉദ്ദേശം സാധിക്കരുത്, ഈ ഉദ്ദേശം സാധിക്കരുത്, ഈ ഉദ്ദേശം അവനിൽ നിറവേറാതെ നശിക്കപ്പെട്ടു പോകണം. ആമേൻ, ആമേൻ. ഈ രാത്രി എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞാട്ടെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു നിയോഗമുണ്ട്. നിങ്ങൾ ആക്സിഡന്റലി ഉണ്ടായതല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ ഉണ്ടായതല്ല. ദൈവം നിങ്ങളെക്കുറിച്ചൊരു മുൻനിയമനത്തോടുകൂടെ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതാ. നിങ്ങൾ ഉറപ്പുണ്ടോ ദൈവം എന്നെ സൃഷ്ടിച്ചതാണെന്ന്, ദൈവം എന്നെ ജനിപ്പിച്ചതാണെന്ന് നിങ്ങൾ ഉറപ്പുണ്ടോ? അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ദൈവം നേരം പോക്കിന് ഒരു കാര്യം സൃഷ്ടിക്കത്തില്ല. ദൈവം നേരം പോക്കിന്, ദൈവം ടൈം പാസിന് വേണ്ടി ഒരു കാര്യം ഉണ്ടാക്കുന്നവനല്ല. ദൈവം വ്യക്തമായ പ്ലാനോടുകൂടെ, ദൈവം വ്യക്തമായ ഒരു പദ്ധതിയോടുകൂടെ, വിത്ത് എ പ്ലാൻ ആൻഡ് പർപ്പസ്, അങ്ങനെ മാത്രമേ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കത്തുള്ളൂ. ഈ രാത്രി എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞാട്ടെ, there is a plan behind my life, there is a purpose upon me. ഇന്ന് രാത്രി അറിഞ്ഞാട്ടെ. എന്നാൽ പിശാച് എക്കോ ഓഫ് എർത്ത് ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഈ രാത്രി അഭിഷേകത്താൽ നിറയുമ്പോൾ തന്നെ, കുഞ്ഞുങ്ങളെ, നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് വിരോധമായി ഈ ലോകത്തിൽ നിന്ന് ഏതൊക്കെ ശബ്ദം ഉയരുന്നെങ്കിലും, നമ്മളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തിന് വിരോധമായി ഈ പാതാളത്തിൽ നിന്ന് ഏതൊക്കെ ശബ്ദം ഉയരുന്നെങ്കിലും, ഈ രാത്രി ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളുടെ മേൽ നിന്ന് നിയോഗത്തിന് വിരോധമായ, ദൈവിക പദ്ധതികൾക്ക് വിരോധമായ അന്ധകാര ബലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശബര മൗഷര വൗധല ഹംദരേധന റിഗന ഹബ്ഷി വീര ഹുറമ ഷൈഡ ബലാധിയാദര റിമനം ശൈബെ റെഖോരിയാദര സബാനിയ റിബേനെ ഹൈശരം തുല സബാനി വൈദരെ ഹപ്തരെ ഹമാരിയ സവംദരാദരം ശബാനി. യെസ് യെസ്. ചിലപ്പോൾ അത് പല വിധത്തിലായിരിക്കും ആ നിയോഗത്തെ സാത്താൻ തകർക്കുന്നത്. ചിലപ്പോൾ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത്, ദൈവം നിങ്ങളെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ. പക്ഷെ ദൈവം നിങ്ങളെ ഒരു എന്താ പറയുക, നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ഒരു മിഷണറി ആയിട്ടായിരിക്കത്തില്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ദൈവം നിങ്ങളെ എടുക്കുമ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ കാർ മാനുഫാക്ചറിങ്. പക്ഷെ കാർ മാനുഫാക്ചറിങ് എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിനകത്ത് തന്നെ ഒത്തിരി ഉദ്ദേശങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട്. അതിനകത്ത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാർ ഉണ്ടാക്കുമ്പോൾ അവർ SUV ഉണ്ടാകും, സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ. ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന SUV-കളുടെ വെർഷൻ ആയിരിക്കത്തില്ല അവർ അറബ് രാഷ്ട്രങ്ങളിലോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ, ഇതായിരിക്കത്തില്ല ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ ഉണ്ടാകുമ്പോൾ. കാരണം ഈ അറബ് രാഷ്ട്രങ്ങളിൽ അവർ ഉണ്ടാക്കുന്ന, അറബ് രാഷ്ട്രങ്ങളിലെ SUV-കളുടെ വീലുകളല്ലല്ലോ നമ്മുടെ ഇന്ത്യയിലുള്ള SUV-കളുടെ ടയറുകളായിട്ടിരിക്കുന്നത്. കാരണം അവിടെ ഈ മഡ് റേസിങ്ങിന്, അവിടെ ഈ ഡെസേർട്ട് റേസിങ്ങിന്, അതിനുവേണ്ടി, കാരണം ആ സാഹചര്യത്തിൽ ഓടിക്കുവാൻ വേണ്ടിയാണ് ദൈവം അത് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മാനുഫാക്ചറർ അത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദൈവം നമ്മളെ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് നിയോഗിക്കുന്നുവെങ്കിൽ തന്നെ എല്ലായ്പ്പോഴും ഒരുപക്ഷെ നമ്മൾ ബൈബിളും പിടിച്ച് ഒരു പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കത്തില്ല. സംടൈംസ് ലോകം നമ്മളെ നോക്കുമ്പോൾ നമ്മളൊരു ലേമാൻ ആയിരിക്കും. ലോകം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ മേ ബി എ ഡോക്ടർ ആയിരിക്കും, ഒരു എഞ്ചിനീയർ ആയിരിക്കും, സംതിങ് ആയിരിക്കും. പക്ഷെ അവിടെ നിർത്തിക്കൊണ്ടാണ് ദൈവം നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ദാനിയേലിനെ നോക്ക്. ദാനിയേൽ ആരായിരുന്നുവെന്ന് ബാബേൽ സാമ്രാജ്യത്തിലെ ആരെങ്കിലും അടുക്കൽ ചോദിച്ചാൽ അവർ പറയും അവൻ അവിടെ മന്ത്രിയായിരുന്നു എന്ന് പറയും. നെഹമ്യാവ് ആരായിരുന്നുവെന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിലെ ആരെങ്കിലും അടുക്കൽ പോയി നെഹമ്യാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? രാജാവിന്റെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു, കബ്ബിയറർ ആയിരുന്നു എന്ന് പറയും. ആമേൻ. പക്ഷേ ഇവനെ കബ്ബിയറർ ആക്കുമ്പോൾ, ഇവനെ അവിടുത്തെ മിനിസ്റ്റർ ആക്കുമ്പോൾ ദൈവം അവനിൽ കൂടെ ഒരു ശുശ്രൂഷയായിരുന്നു ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ അറിയട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയെ തകർക്കുവാൻ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗത്തെ തകർക്കുവാൻ നിങ്ങൾ ആ കബ്ബിയറർ ആയില്ലെങ്കിൽ, നിങ്ങൾ ആ മിനിസ്റ്റർ ആയില്ലെങ്കിൽ, നിങ്ങൾ ആ പൊസിഷനിൽ എത്തിയില്ലെങ്കിൽ ആ ശുശ്രൂഷ തകർക്കപ്പെടും. അതാണ് പിശാചിന്റെ ചിന്ത. അതായത് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, നിങ്ങളുടെ കരിയറിനെ തകർക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ, ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് സെൻസ് എടുക്കണം, ഇതിന്റെ പ്രോസ്പെറിറ്റി എന്നുള്ള ആ ഭാഗത്തേക്ക്
ഞാൻ കൊണ്ടുപോവുകയാണെന്ന് ചിന്തിക്കരുത്. ഇപ്പോൾ ദൈവം നിങ്ങളെ കൊണ്ട് ഓസ്ട്രേലിയയിൽ ഒരു ശുശ്രൂഷ ചെയ്യിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. യെസ്, ഒരു പക്ഷേ ഈ ഓസ്ട്രേലിയയിൽ എത്തിക്കുവാനുള്ള ഒരു വഴി എന്തായിരിക്കും എന്നറിയാവോ? ഒരു പക്ഷേ ഒരു സ്റ്റുഡൻറ് വിസ ആയിരിക്കാം, ഒരു പക്ഷേ ഒരു നേഴ്സിംഗ് ജോബ് ആയിരിക്കാം. അത് ദൈവത്തിന്റെ പർപ്പസ് നിറവേറാനുള്ള ഒരു പദ്ധതിയാ. ഒരു നേഴ്സ് ആകാൻ വേണ്ടി ആയിരിക്കത്തില്ല ദൈവം ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകുന്നത്. ഒരു ഗ്രാജുവേഷൻ എടുക്കുവാൻ വേണ്ടി ആയിരിക്കത്തില്ല ദൈവം അവിടെ കൊണ്ടുപോകുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രങ്ങളിലൊക്കെ എങ്ങനെയാ ചർച്ചസ് ഉണ്ടായത്? ഇന്ന് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ, ഗൾഫ് കൺട്രീസിലൊക്കെ ഇഷ്ടംപോലെ ചർച്ചസ് ഉണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ ചർച്ചസ് ഉണ്ട്. ഈ ചർച്ചസിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനേക ഭക്തന്മാർ അവിടെ ജോലിക്ക് പോയി. ബിലായ് സ്റ്റീൽ പ്ലാന്റ്, ബോംബെയില, ഇവിടെയൊക്കെ ജോലിക്ക് പോയി. അവിടെ 2-3 ഭക്തന്മാർ ജോലിക്ക് പോയി. അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഇടമില്ലായിരുന്നു. അവരവിടെ ചേർന്നിരുന്ന ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ അവരുടെ 1-2 ഫ്രണ്ട്സ് വന്നു. അത് പിന്നീട് എന്തായി തീർന്നു? ഒരു ചർച്ചയായി തീർന്നു. അപ്പൊ ദൈവം ഇവരെ അവിടെ കൊണ്ടുപോയത് ബിലായ് സ്റ്റീൽ പ്ലാന്റിൽ ജോലി ചെയ്യാനായിരുന്നില്ല, ബിലായിൽ ഒരു ചർച്ച് പ്ലാന്റ് ചെയ്യാനായിരുന്നു. അവരവിടെ ചേർന്ന് 3-4 ദിവസം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർക്കൊരു ആഗ്രഹമുണ്ടായി, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കിവിടെ ഒരു പാസ്റ്ററെ കിട്ടിയായിരുന്നെങ്കിൽ. അതിനുശേഷം ഈ 3-4 പേര് ചേർന്നിരുന്ന് അവരെന്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി? ദൈവമേ, ഞങ്ങൾക്ക് ഇവിടെ ഒരു പാസ്റ്ററെ അയച്ചു തരണേ, ഞങ്ങൾക്ക് ഇവിടെ ഒരു പാസ്റ്ററെ അയച്ചു തരണേ, ഞങ്ങൾക്ക് ഇവിടെ ഒരു പാസ്റ്ററെ അയച്ചു തരണേ. ദൈവം അവിടെ ഒരു പാസ്റ്ററെ അയച്ചു കൊടുത്തു. ആ പാസ്റ്റർ അവിടെ ചെന്നപ്പോൾ ആ പാസ്റ്ററിനെ ദേശത്തെ കണ്ടപ്പോൾ ഒരു ആത്മഭാരം തോന്നി. അദ്ദേഹം ആ ദേശത്തിൽ ഇറങ്ങി ശുശ്രൂഷിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ വഴികൾ എത്ര 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 ആഴമേറിയതാ. ശബല ഹൗഡറ ഹത്യാദര ശംദരാദിയ. ആ പർപ്പസിന്, ദൈവത്തിന് എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശം. എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നശിക്കപ്പെടരുത്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നശിക്കപ്പെടരുത്. ഈ രാത്രി പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, നിനക്കെന്നെ കുറിച്ചൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസ് എന്നിൽ നിറവേറണം. അപ്പാ, അത് എന്തായിരിക്കട്ടെ, എന്തായിരിക്കട്ടെ, എന്തായിരിക്കട്ടെ. ഒരു ആഫ്രിക്കക്കാരനെ രക്ഷിക്കാനാണോ? അപ്പാ, ഒരു 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 ഇന്ത്യക്കാരനെ രക്ഷിക്കാനാണോ? അപ്പൊ ഒരു ഗ്രാമത്തെ വിടുവിച്ചെടുക്കാനാണോ? അപ്പൊ ചില അനാഥ കുഞ്ഞുങ്ങളെ വളർത്താനാണോ? അപ്പൊ ചില ദരിദ്രരെ സഹായിക്കാനാണോ? എൻ്റെ മേലുള്ള നിയോഗം എന്താ അപ്പ? ആ നിയോഗം ഒരു കാരണവശാലും നശിക്കല്ലേ അപ്പ. ആ നിയോഗം ഒരു കാരണവശാലും നശിക്കല്ലേ അപ്പ. ആ നിയോഗം എന്നിൽ നിറവേറ്റണേ അപ്പ. ആ നിയോഗം എന്നിൽ നിറവേറ്റണേ അപ്പ. നീ എന്നെ കുറിച്ച് എന്തുദ്ദേശിക്കുന്നോ, നീ എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നോ, യേശുവിന്റെ നാമത്തിൽ അത് നിറവേറട്ടെ. ഈ രാത്രി അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ മേലുള്ള ദൈവത്തിന്റെ നിയോഗം നിറവേറട്ടെ. യേശുവിന്റെ നാമത്തിൽ എൻ്റെ മേലുള്ള ദൈവത്തിന്റെ നിയോഗം നിറവേറട്ടെ. ഓ, ഞാൻ അതിനെന്നെ സമർപ്പിക്കുന്നു. യേശുവേ, എന്നെ കുറിച്ചുള്ള നിയോഗം പിശാച് നശിപ്പിക്കല്ലേ. പിശാച്, ലോകം വിളിച്ചു പറയുകയാണ്, ഡിസ്ട്രോയ് ഹിം. ലോകം വിളിച്ചു പറയുക, ഡിസ്ട്രോയ് ഹിം. ആമേൻ. എ സൗണ്ട്, an echo of earth. എന്താ പറയുന്നത്? ഡിസ്ട്രോയ് ഹിം. ഈ രാത്രികളിൽ, ഈ വരും ദിവസങ്ങളിലൊക്കെ ദൈവമക്കൾക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം. The echo of earth, it will not overcome me. അതെന്നെ ജയിക്കത്തില്ല. ആമേൻ. ഞാൻ നശിക്കണമെന്ന് പറയുന്ന ലോകത്തിന്റെ എക്കോ അത് ജയിക്കത്തില്ല. യെസ്, അതിലൊന്ന് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം. രണ്ടാമതായി, ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതലല്ല, ഒരു മനുഷ്യൻ നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് അവൻ നശിക്കുന്നതെന്നറിയാമോ? ആമേൻ. ഒരു ദൈവ പൈതൽ നശിക്കുന്നു. ഒരു ദൈവ പൈതൽ എന്നല്ല, നമ്മളെല്ലാം ദൈവമക്കളാണല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ അത് എപ്പോഴും പറഞ്ഞു പോകുന്നുണ്ട്, അങ്ങനെ വരത്തുള്ളൂ. ഒരു മനുഷ്യൻ നശിക്കുന്നു എന്ന് പറയുന്നത്, നമ്മളൊക്കെ പറയും എപ്പോഴാ എല്ലാം തീർന്നു നശിച്ചു. എപ്പോഴാണെന്നറിയോ? ഒരു മനുഷ്യന്റെ അക്കാഡമിക്, ഒരു മനുഷ്യന്റെ കരിയർ നശിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ അക്കാഡമിക് ലൈഫോ അവന്റെ കരിയറോ നശിക്കുമ്പോൾ, ഒരു മനുഷ്യൻ, ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നമ്മൾ തല ഉയർത്തി നിന്ന് യേശു നല്ലവനെന്ന് പറയണമെങ്കിൽ, യേശു നല്ലവനായിട്ട് നിന്റെ ജീവിതത്തിൽ എവിടെയെന്ന് ശത്രു ചോദിക്കുവാൻ ഇടവരരുത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തുടങ്ങി അവന്റെ മാതാപിതാക്കളുടെ ആവശ്യമാണ് ഇവനെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, ഇവൻ പഠിത്തത്തിൽ വലുതാവണം, ഇവൻ നല്ല മാർക്ക് മേടിക്കണം, ഇവന് നല്ല ഒരു കരിയർ ഉണ്ടാകണം, ഇവൻ നല്ലൊരു നിലയിലെത്തണം. ഇറ്റ്സ് എ വിൽ ഓഫ് ഗോഡ്. പക്ഷെ അന്ന് തുടങ്ങി പിശാചിനൊരാഗ്രഹം കാണും, ഇവനെ 10ാം ക്ലാസ് ജയിപ്പിക്കരുത്. ഹിസ്റ്ററി പരീക്ഷയുടെ അന്ന് രാവിലെ ഇവന് തലവേദന കൊടുക്കണം, മാത്തമാറ്റിക്സിന്റെ തലേന്ന് ഇവന് ഡിസെൻട്രി വരണം, ഫിസിക്സ് ടീച്ചറിന് ഇവനോട് ഒരിക്കലും ഇല്ലാത്ത ഒരു കലിപ്പങ്ങ് ഉണ്ടാകണം, കെമിസ്ട്രി മിസ് എന്ത് പറഞ്ഞാലും ഇവന് ഇന്റേണൽ കൊടുക്കരുത്. ഇത് പിശാചിന്റെ ഒരു മോട്ടീവാണ്. ഈ രാത്രി അറിയണം കുഞ്ഞുങ്ങളെ,
നിങ്ങളുടെ കരിയറിന് വിരോധമായി, നിങ്ങളുടെ അക്കാഡമിക്കിന് വിരോധമായി സൗണ്ട് ഓഫ് എക്കോസ് ഉയർന്നു, സൗണ്ട് ഓഫ് എർത്ത്, എക്കോസ് ഓഫ് ഹെൽ, അത് ഉയർന്നു വരുമ്പോൾ ഒരു ദൈവ പൈതൽ അഭിഷേകത്തിൽ അതിനെ തകർക്കണം. പിശാചി പറയുക അവന്റെ അക്കാഡമിക് ലൈഫിനെ തകർക്കണം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒത്തിരി കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ എനിക്കറിയാം. അവരുടെ പേരൻസ് ഒക്കെ എൻ്റെ അടുത്ത് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വളരെ സങ്കടത്തോടുകൂടെ ആ കുഞ്ഞുങ്ങളെ മാറ്റിയെടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹോപ്പില്ല പാസ്റ്ററെ, അച്ഛാ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അവളെ എന്തെങ്കിലും ഒരു തയ്യൽ വല്ലതും പഠിപ്പിച്ച് വീട്ടിൽ നിർത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ അവളെ വഴക്കൊന്നും പറയാൻ പോകാറില്ല. ആമേൻ. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ കരകയറുമ്പോൾ അസാമാന്യമായ ദൈവിക പ്രവൃത്തി ഇറങ്ങി അവരുടെ ജ്ഞാനം വർദ്ധിക്കുന്നത് കണ്ടിട്ടുണ്ട്, അവരുടെ ബുദ്ധി വർദ്ധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ രാത്രി നിന്റെ അക്കാഡമിക്കിന് വിരോധമായി, നിന്റെ കരിയറിന് വിരോധമായി ശത്രു വെല്ലുവിളിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ, സ്വർഗത്തിനൊരു ശബ്ദമുണ്ട്, ഞാൻ അക്കാഡമിക്കിൽ പാസ്സാവണം, എൻ്റെ കരിയർ ഡെവലപ്പ് ആകണമെന്ന്, എൻ്റെ കരിയർ ഡെവലപ്പ് ആകണമെന്ന്. ആമേൻ, ആമേൻ. കർത്താവ് പറഞ്ഞ 1-2 ഭാഗങ്ങളെ ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ അടിക്കടി നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം എന്താ യോഹന്നാന്റെ അടുക്കൽ പറയുന്നറിയാവും? എഴുതുക, റൈറ്റ്. നീ പേന അടച്ചിട്ട് വീട്ടിൽ പോയിരിക്കാനല്ല ദൈവം പറഞ്ഞത്, റൈറ്റ്. യെരമ്യാവ് ഒരു ചുരുളെടുത്ത് കുറെ കാര്യങ്ങൾ എഴുതി. അവൻ എഴുതിയ ചുരുള് മുഴുവൻ ആ രാജാവ് ചുട്ടുകളഞ്ഞു. ദൈവം എന്താ അവനോട് പറഞ്ഞെന്നറിയാവും? യെരമ്യാവേ, നീ വേറൊരു ചുരുള് മേടിച്ച് ഇരട്ടി അങ്ങോട്ട് എഴുതിക്കോ യെരമ്യാവേ. ഇന്ന് രാത്രി ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിന്റെ ചുരുളുകളെ ചുട്ടുകരി കളയുമെന്ന് പിശാച് പറയുമ്പോൾ, നിന്റെ അക്കാഡമിക്കിനെ ചുട്ടുകളയണമെന്ന് പിശാച് പറയുമ്പോൾ, സ്വർഗം പറയുക, വേറൊരു ചുരുള് മേടിച്ച് നീ ഇരട്ടി എഴുത. യെസ്, ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു വിധമാണ് അവന്റെ അക്കാഡമിക്സിനെ തകർക്കുക, അവന്റെ കരിയറിനെ തകർക്കുക. 1, അവനെ കുറിച്ചുള്ള നിയോഗം തകർക്കുക. 2, അവന്റെ അക്കാഡമിക്കിനെ, അവന്റെ കരിയറിനെ തകർക്കുക. 3-മതായി അവനെ തകർക്കുന്ന ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ക്യാരക്ടറിനെ തകർക്കുക, അവന്റെ ക്യാരക്ടറിനെ തകർക്കുക. നമ്മൾ എത്ര പഠിച്ചാലും, നമ്മളെക്കുറിച്ച് ദൈവത്തിന് എത്ര വലിയ നിയോഗമുണ്ടെങ്കിലും, നമ്മളെക്കുറിച്ച് ദൈവത്തിന് എത്ര വലിയ പദ്ധതി ഉണ്ടെങ്കിലും, നമ്മുടെ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ ഫിനിഷ്. പിശാചിന്റെ ഒരു പദ്ധതിയാണ്. ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ, ഒരു പെന്തക്കോസ്റ്റ് ഫാമിലിയെ ലോകം മുഴുവൻ എടുത്തിട്ട് അലക്കി അങ്ങ് തീർക്കുക. അവരുടെ ആ ഒരു ലൈഫിൽ ആ കുട്ടികളുടെ ക്യാരക്ടറിൽ വന്ന ഒരു പ്രശ്നം, ആ ക്യാരക്ടറിനെ നശിപ്പിച്ചു. അവരുടെ ക്യാരക്ടർ നശിച്ചത് മുഖാന്തരമായി ശ്രദ്ധിക്ക്, പെന്തക്കോസ് ഗോളത്തിൽ വഴിയെ പോകുന്നവനും വരുന്നവനും തിരിയുന്നവനും എല്ലാം ആ ഫാമിലിയെ അപ്പാടെ ചതച്ചു കളഞ്ഞു. നമ്മളതിൻ്റെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചിന്തിക്കും. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കണേ, ആ കുഞ്ഞുങ്ങളുടെ മനസ്സിപ്പോൾ എന്തായിരിക്കും? ആ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ പറയാറുണ്ടല്ലോ ക്യാരക്ടർ അസാസിനേഷൻ എന്ന്. മനുഷ്യൻ വ്യക്തിഹത്യ നടത്തും, ക്യാരക്ടർ അസാസിനേഷൻ നടത്തും. അത് ഇല്ലാത്തത് പറഞ്ഞായിരിക്കും ചെയ്യുന്നത്. പക്ഷേ പിശാച് എങ്ങനെയാണെന്നറിയാമോ ആ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നത്? നമ്മളെ തെറ്റുകാരനാക്കി തീർക്കും. നമ്മുടെ ക്യാരക്ടറിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീഴ്ത്തുക എന്നുള്ളത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. ഈ ക്യാരക്ടറിൽ ബ്ലാക്ക് മാർക്ക് വീഴുന്ന, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ തന്നെ എന്ത് പറയും? അവൻ നശിച്ചു, അവൻ പോയി. ഹെറോദ് പറയുകയാണ്, അവനെ നശിപ്പിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. ചില റിലേഷനുകളെ പിശാച് കൊണ്ടുവരും, ചില തോട്ട്സിനെ പിശാച് കൊണ്ടുവരും, ചില പ്രോസ്പെറിറ്റിക്കായിട്ടുള്ള ചില ഷോർട്ട് കട്ടിനെ പിശാച് കൊണ്ടുവരും. ഇതൊക്കെ നമ്മുടെ ക്യാരക്ടർ അസാസിനേഷനാണ്, വ്യക്തിഹത്യ. നമ്മുടെ വ്യക്തിത്വത്തെ തകർത്ത് കളയും, നമ്മുടെ വ്യക്തിത്വത്തെ തകർത്ത് കളയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഹൈ എൻഡിൽ നിന്നതായിട്ടുള്ള ഇന്ത്യ മുഴുവൻ മിഷനറി പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞ ഒക്കെ എത്രയോ ശക്തരായിട്ടുള്ള, അവരുടെ കാശിന്നും പോയിട്ടില്ല. അവർക്കിന്നും മെഡിക്കൽ കോളേജ് ഉണ്ട്, അവർക്കിന്നും ബൈബിൾ സ്കൂളുണ്ട്, അവർക്കിന്നും പള്ളികളുണ്ട്. പക്ഷെങ്കിൽ തീർന്നു, കാരണം അവരുടെ ക്യാരക്ടർ പോയി. പിശാചിനൊരു മനുഷ്യനെ തകർക്കുവാൻ അവൻ്റെ ഫിനാൻഷ്യൽ മേഖല തകർക്കണമെന്നില്ല, അവൻ്റെ ജോലി നശിപ്പിക്കണമെന്നില്ല. ജോലി പോയാൽ പിന്നെയും കിട്ടും. 10ാം ക്ലാസ്സിൽ തോറ്റാൽ 10 വട്ടം എഴുതിയായാലും അത് ജയിച്ചെടുക്കാൻ പറ്റും.
പക്ഷെ ഒരു ക്യാരക്ടർ പിശാച് തകർത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ അതിനെ മേക്കപ്പ് ചെയ്തെടുക്കും? ഓരോ ദൈവ കുഞ്ഞുങ്ങളും അറിഞ്ഞുകൊള്ളണം, എൻ്റെ ക്യാരക്ടർ തകർക്കുവാൻ പിശാച് പുറകെയുണ്ട്. ഓരോ ടെംപ്ടേഷൻ വരുമ്പോഴും അറിഞ്ഞുകൊള്ളണം, എക്കോ ഓഫ് എർത്ത്. എന്താണ് ലോകം പറയുന്നത്? അസാസിനേറ്റ് ഹിസ് ക്യാരക്ടർ. അവൻ്റെ ക്യാരക്ടറിനെ നശിപ്പിക്കുക. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ടെംപ്ടേഷൻസ്, നമ്മുടെ റിലേഷൻസ്, നമ്മുടെ കോണ്ടാക്ട്സ്, നമ്മുടെ ആക്ടിവിറ്റീസ് never destroy our character. should not destroy our character. നമ്മുടെ ക്യാരക്ടർ നശിക്കരുത്. ഈ രാത്രി ദൈവമുഖത്തേക്ക് നോക്കി ഒന്ന് ഹൃദയം തുറന്ന് പറഞ്ഞാട്ട്, അപ്പാ എൻ്റെ ക്യാരക്ടർ നശിച്ചു പോകല്ലേ, എൻ്റെ ക്യാരക്ടർ നശിച്ചു പോകല്ലേ, എൻ്റെ ക്യാരക്ടർ നശിച്ചു പോകല്ലേ. അപ്പാ എൻ്റെ നേരെ വിരൽ ചൂണ്ടാൻ ഇടവരല്ലേ അപ്പാ. എന്നെ കണ്ടിട്ട് എൻ്റെ പേരൻസ് കരയാൻ ഇടവരല്ലേ അപ്പാ. ഞാൻ മുഖാന്തരം എൻ്റെ പേരൻസ് സങ്കടപ്പെടാൻ ഇടവരല്ലേ. എനിക്കറിയാം ഇതിനകത്ത് ഒത്തിരി പാസ്റ്റേഴ്സിൻ്റെ ഒക്കെ മക്കളുണ്ട്, ദൈവവേല ചെയ്യുന്നവരുടെ ഒക്കെ മക്കളുണ്ട്. ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് പോലും ചില പാസ്റ്റേഴ്സിൻ്റെ മക്കളാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഈ രാത്രി ഒരു വാക്ക് പറഞ്ഞാട്ട്, അപ്പാ ഞാൻ മുഖാന്തരം എൻ്റെ പപ്പയുടെയും മമ്മിയുടെ നേരെ ആരും കൈ ചൂണ്ടാൻ ഇടവരല്ലേ. അപ്പാ ഞാൻ മുഖാന്തരം ഒരിക്കലും, എൻ്റെ സ്വഭാവം മുഖാന്തരം ഒരിക്കലും ഞാൻ വിരൽ ചൂണ്ടപ്പെടാൻ ഇടവരല്ലേ. അപ്പാ ശത്രു എൻ്റെ ക്യാരക്ടറിനെ നശിപ്പിക്കാൻ അനുവദിക്കല്ലേ. ശത്രു എൻ്റെ ക്യാരക്ടറിനെ നശിപ്പിക്കാൻ അനുവദിക്കല്ലേ. ഹെൽപ്പ് മീ ഓ ലോർഡ്, ഹെൽപ്പ് മീ ഓ ലോർഡ്, ഹെൽപ്പ് മീ ഓ ലോർഡ്, ഹെൽപ്പ് മീ ഓ ലോർഡ്. റിഖബലാസിയാതുരാനിയ. അപ്പാ ഈ കുഞ്ഞുങ്ങളുമായ അടിയങ്ങൾ പൊന്നുമുഖത്തേക്ക് കൺകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ക്യാരക്ടറിനെ നശിപ്പിക്കുമെന്ന്. ആമേൻ. About to search for the child to destroy him, destroy his character എന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ, destroy his character എന്നുള്ള ആ earthly echo, ആ echo from hell ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ക്യാരക്ടറിനെ ദൈവകരങ്ങളിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ആരെയും ശത്രു അവരുടെ ക്യാരക്ടറിനെ തകർക്കുവാൻ ഇടവരില്ലേപ്പാ. ഞങ്ങളെ സമർപ്പിക്കുന്നുപ്പാ. അമേൻ, അമേൻ, അമേൻ. ഒരു സെക്കൻഡ് മതി നമ്മുടെ ചില വിഷയങ്ങളിൽ. ദൈവം സൂക്ഷിക്കാതെ നമ്മുടെ ക്യാരക്ടർ സൂക്ഷിക്കപ്പെടത്തില്ല. ഒരു ഇൻസിഡന്റ് മതി, ചിലപ്പോഴുള്ള ഒരു ഫോൺ കോൾ മതി, ഒരു പ്രൊവോക്കേഷൻ മതി, ലോകത്തിന് മുമ്പിൽ നമ്മളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഒരു വിധത്തിലും എൻ്റെ ക്യാരക്ടർ കെട്ടുപോകാൻ, എൻ്റെ ക്യാരക്ടർ നശിപ്പിക്കാൻ പിശാചിനെ അനുവദിക്കല്ലേ. കീപ് മീ സേഫ്, കീപ് മീ ഹോളി, കീപ് മീ പ്യൂർ ഇൻ ദൈ ആംസ് ഓ ലോർഡ്. എന്നെ ശുദ്ധിയിൽ സൂക്ഷിക്കണമേ, എന്നെ ശുദ്ധിയിൽ സൂക്ഷിക്കണമേ. റീഖാന ഹഷ്യ ബാരാബാനി. യൂദായുടെ ലേഖനം അവസാനിക്കുമ്പോൾ പറയുന്നു, വീഴാതെ വണ്ണം സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി. നമുക്ക് പണ്ടൊരു പാട്ടുണ്ട്, കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിർത്തുവാൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നിർത്തുവാൻ കഴിവുള്ളവനെ, കുറ്റം കൂടാതെ എന്നെ നിർത്തുവാൻ കഴിയുന്നവൻ. നമുക്കതിന് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഒന്ന്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗത്തെ തകർക്കും. രണ്ട്, നമ്മുടെ അക്കാഡമിക്കിനെ, നമ്മുടെ കരിയറിനെ തകർക്കും. മൂന്നാമതായി പിശാച് തകർക്കുവാൻ പരിശ്രമിക്കുന്ന ഒന്ന് നമ്മുടെ ക്യാരക്ടറിനെയാണ്. നാലാമതായി പിശാച് നമ്മളിൽ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. അവൻ നമ്മുടെ ഫിനാൻസിനെ തകർക്കത്തില്ല, അവൻ നമ്മുടെ നിയോഗത്തെ തകർക്കത്തില്ല, അവൻ നമ്മുടെ ക്യാരക്ടറിനെ തകർക്കത്തില്ല. ഇന്ന് നമ്മുടെയൊക്കെ ഒത്തിരി ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ സങ്കടപ്പെടുന്നൊരു വിഷയമുണ്ട്. പിശാച് തകർക്കുന്ന ഒരു വിഷയമാണ്, അവരുടെ ഫാമിലി ലൈഫിനെ തകർക്കും. ഞാൻ എന്തിനാ ഇതിപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചേക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇപ്പോഴേ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ ഈ സീസൺ ഏറ്റവും കൂടുതൽ നമ്മൾ വ്യാകുലപ്പെടുന്ന ഒരു വിഷയം, നമ്മൾ വളരെയേറെ വേദനിക്കുന്ന ഒരു വിഷയം, ഞങ്ങളുടെയൊക്കെ അടുക്ക വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില പെൺകുഞ്ഞുങ്ങൾ വന്ന് പറയുന്ന സങ്കടങ്ങൾ, ചില ആൺകുഞ്ഞുങ്ങൾ വന്ന് പറയുന്ന സങ്കടങ്ങൾ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പനെ അമ്മയും അനുസരിച്ചതാ,
വളരെ ആഗ്രഹത്തോടുകൂടെ, വളരെ പ്രതീക്ഷയോടുകൂടെ എല്ലാരെയൊക്കെ വിളിച്ചൊരു കല്യാണമൊക്കെ നടത്തിയതാ. പക്ഷെ എന്താ, ദുഷ്ടനായ മനുഷ്യൻ, ക്രൂരനായ മനുഷ്യൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചില കുഞ്ഞുങ്ങളെ എനിക്കറിയാം. എന്തൊരു ഭയങ്കര ഡിപ്രഷനിൽ അവർ കിടക്കുന്നതെന്നറിയാമോ? എൻ്റെ അടുക്കലൊക്കെ വന്നിട്ട് ചോദിക്കുക, എൻ്റെ ഒരു ഇളയത്തുണ്ട്, എൻ്റെ അടുക്ക വന്ന് ചോദിക്കുക, അച്ചാ എനിക്കെന്താ അച്ചാ ഇങ്ങനെ വന്നേ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കുമെന്ന് പറഞ്ഞല്ലേ, എനിക്കെന്താ അച്ചാ ഇങ്ങനെ മാനസിക രോഗിയെ കിട്ടിയത്? എനിക്കെന്താ അച്ചാ? കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, നല്ല സെൻസിലെടുക്കണമേ. പുറത്തൊരാളുടെ അടുക്കൽ ഷെയർ ചെയ്യുവാൻ പോലും പറ്റാത്തതായ ഫാമിലി പ്രോബ്ലംസ്, അതെല്ലാം എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുകയില്ല. അതെങ്ങനെ അവർക്ക് മറ്റൊരാളുടെ അടുക്കൽ ഷെയർ ചെയ്യണമെന്ന് പറയാൻ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് സീക്രട്ട്. ജീവിതത്തിൽ ഈ സംഗതി കടന്നു വന്നു കഴിഞ്ഞാൽ ആകെ ഞെരുങ്ങിപ്പോകും. അനേക കുഞ്ഞുങ്ങളെ തകർക്കുന്നത് കുടുംബ ജീവിതത്തിൽ അവരെ തകർത്ത് കളയും. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ദൈവഹിതമായത് ഒത്തിരി അടിച്ചു പൊളിച്ചൊന്നും ഇല്ലേലും വേണ്ടിയല്ല, സമാധാനം കിട്ടിയാൽ മതി. എൻ്റെ കുഞ്ഞുങ്ങളെ, ഓരോ കുഞ്ഞുങ്ങളെ കാണുമ്പോഴെപ്പോഴും മനസ്സിലാഗ്രഹിക്കും, ഓരോ കല്യാണമൊക്കെ കാണുമ്പോഴും മനസ്സിലാഗ്രഹിക്കും, കർത്താവേ ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഇടിക്കാനിടവരില്ലേ? കർത്താവേ ഈ കുഞ്ഞ് ആ വീട്ടിൽ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയാനിടവരില്ലേ? കർത്താവേ ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് കൊണ്ട് താൻ ഇടവരില്ലേ? കർത്താവേ ഈ കുഞ്ഞിനെ പ്രകൃതി വിരുദ്ധമായ വിധത്തിൽ ഉപയോഗിക്കല്ലേ? പേടിയാ ഓരോ കുടുംബങ്ങളും. നിങ്ങൾക്കറിയാമായിരിക്കും, കല്യാണങ്ങളൊക്കെ നിങ്ങൾക്കൊരാഘോഷമായിരിക്കും. പക്ഷേ ഞങ്ങൾ കർത്തൃദാസന്മാർക്കൊക്കെ കല്യാണം കാണുമ്പോൾ നെഞ്ചെടുപ്പാ. ഒരു പെൺകുഞ്ഞൊരു പുതിയ വീട്ടിലേക്ക് ആഗ്രഹത്തോടെ കയറി ചെല്ലുന്നത് കാണുമ്പോൾ ചങ്കിടുപ്പാ. ഒരു കൊച്ചനൊരു പെങ്കൊച്ചിനെയും കൈപിടിച്ചുകൊണ്ട് വരുന്ന കാണുമ്പോ ചങ്കിടുപ്പാ. ദൈവകൃപ വേണം. പിശാച് തകർക്കരുത്. എക്കോ ഓഫ് എർത്ത് എന്താ പറയുന്നത്? നശിപ്പിക്കണം, 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 നശിപ്പിക്കണം. എക്കോ ഓഫ് എർത്ത്. ഈ രാത്രി എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ വിട്ടുകൊടുക്കല്ലേ, 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 വിട്ടുകൊടുക്കല്ലേ. പ്രാർത്ഥിക്കണം. അടിച്ചു പൊളിക്കുന്ന ഒരു ലൈഫല്ലപ്പാ, സമാധാനമുള്ള ഒരു ലൈഫ്, മാതൃകയുള്ള ഒരു ലൈഫ് എനിക്ക് തരണേപ്പാ, എനിക്ക് തരണേപ്പാ. ഒരിക്കലും ഞാൻ ആർക്കും ഒരു ബേർഡനായി തീരില്ലേ അപ്പാ, ഒരിക്കലും ഞാനൊരു ബേർഡനായി തീരില്ലേ അപ്പാ. ഹെൽപ്പ് മീ ഓ ലോർഡ്. ഇത് ലോകത്തിന്റെ ശബ്ദമാണ്. ഡിസ്ട്രോയ് ഹിം, ഡിസ്ട്രോയ് ഹിം, ഡിസ്ട്രോയ് ഹിം. എന്നാൽ സ്വർഗം എന്താ പറയുന്നതെന്ന് അറിയാമോ? മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 18 അവിടെ പറയുകയാണ്, ഐ വിൽ ബിൽഡ്, ഐ വിൽ ബിൽഡ്. അത് സഭയെക്കുറിച്ചാണ് പറയുന്നത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ്. പിശാച് പറയുകയാണ് ഡിസ്ട്രോയ് ഹിം. എന്നാൽ സ്വർഗം പറയുകയാണ് ഐ വിൽ ബിൽഡ്. ഈ രാത്രി എൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വസിച്ചാട്ട്, പിശാച് എന്നെ ഡിസ്ട്രോയ് ചെയ്യണമെന്ന് വെല്ലുവിളിക്കുമ്പോൾ ഇപ്പുറത്തിരുന്നൊരു ശബ്ദം എനിക്ക് വേണ്ടി പറയുന്നുണ്ട്, ബിൽഡ് ഹിം. അവനെ പണിയണം, അവനെ പണിയണം, അവനെ പണിയണം. ഈ രാത്രി നിന്റെ അക്കാഡമിക്കിനെ നോക്കി പറഞ്ഞാട്ട്, ഈ അക്കാഡമിക്കിനെ പണിയണമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കരിയറിനെ നോക്കി പറഞ്ഞാട്ട്, ഈ കരിയറിനെ പണിയണമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ക്യാരക്ടറിനെ നോക്കി പറഞ്ഞാട്ട്, ഇതിനെ പണിയണമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഫ്യൂച്ചറിനെ, ഫാമിലിയെ നോക്കി പറഞ്ഞാട്ട്, ഇതിനെ പണിയണമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ഓ എക്കോയിങ് ഇൻ ഹെവൻ. എന്താണ് ആ സ്വർഗത്തിലെ നാദം പറയുന്നത്? എന്താണ് ആ സ്വർഗത്തിലെ ശബ്ദം പറയുന്നത്? ബിൽഡ് ഹിം, ബിൽഡ് ഹിസ് ഫാമിലി, ബിൽഡ് ഹിസ് ക്യാരക്ടർ, ബിൽഡ് ഹിസ് അക്കാഡമിക് ലൈഫ്, ബിൽഡ് ഹിസ് കരിയർ ലൈഫ്, ബിൽഡ് ഹിസ് ഫാമിലി, ബിൽഡ് ഹിസ് മിനിസ്ട്രി. ബിൽഡ്, ബിൽഡ്, ബിൽഡ് ഹിം. അവനെ പണിയണം, അവനെ പണിയണം. ഈ രാത്രി വിശ്വസിച്ചാട്ട് എൻ്റെ ദൈവ സ്വർഗത്തിലിരുന്ന് പറയുക, എന്നെ പണിയണമെന്ന്. പിശാചേ നീ എന്നെ പൊളിക്കണമെന്ന് എത്ര പറഞ്ഞാലും നടക്കത്തില്ല. പിശാചേ നീ എൻ്റെ ഭാവിയെ പൊളിക്കണമെന്ന്, നീ എൻ്റെ കരിയറിനെ പൊളിക്കണമെന്ന്, നീ എൻ്റെ അക്കാഡമിക്കിനെ പൊളിക്കണമെന്ന്, നീ എൻ്റെ മിനിസ്ട്രിയെ പൊളിക്കണമെന്ന്, നീ എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പർപ്പസിനെ പൊളിക്കണമെന്ന്, നീ എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പ്ലാനിനെ പൊളിക്കണമെന്ന്, നീ എൻ്റെ ഫ്യൂച്ചറിനെ പൊളിക്കണമെന്ന്, എൻ്റെ ഫാമിലിയെ പൊളിക്കണമെന്ന് നീ വെല്ലുവിളിക്കുമ്പോൾ
സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം എനിക്ക് വേണ്ടി പറയുന്നുണ്ട്, പൊളിക്കുവാനല്ല, പണിയുവാൻ, പണിയുവാൻ, പണിയുവാൻ. വിശ്വസിക്കുക. There is a God who command to build. പണിയാൻ പറയുന്ന ദൈവം, പണിയാൻ പറയുന്ന ദൈവ, പണിയാൻ പറയുന്ന ദൈവ. ഈ രാത്രി പറഞ്ഞോട്ട്, എന്റെ ദൈവം പണിയാൻ പറയുന്നവനാ. പൗലോസ് ഒരിടത്ത് പറയുന്നുണ്ട്, പൊളിച്ചു കളവാനല്ല, പണിവാൻ തക്കവണ്ണം ദൈവം എനിക്ക് നൽകിയ അധികാരം. ആമേൻ. അവിടെ പൗലോസ് ഒരു അധികാരത്തെ കുറിച്ച് പറയുകയാണ്, അതോറിറ്റി ടു ബിൽഡ്, അതോറിറ്റി ടു ബിൽഡ്. ഇന്ന് പകൽക്കാലം പറഞ്ഞോട്ട്, ദൈവത്തിന്റെ അധികാരം, എന്നെ പണിയാൻ ഒരു ദൈവത്തിന്റെ അധികാരമുണ്ട്. ആ അധികാരത്തിന് വിരോധമായി സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും വേറെ ഒരു അധികാരമില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വിരോധമായി ഏത് ദുർശക്തി എക്കോയിങ്, നിങ്ങൾ ഏത് പാതാളത്തിന്റെ ലോകത്തിന്റെ എക്കോയിങ് കേട്ടാലും അധൈര്യപ്പെടരുത്. നിങ്ങളെ പൊളിക്കുമെന്ന്, നിങ്ങളെ നശിപ്പിക്കുമെന്ന്. അത് നിങ്ങളെക്കുറിച്ചുള്ള അപ്പോയിന്റ്മെന്റ് ആയിരിക്കാം, നിങ്ങളുടെ അക്കാഡമിക് ലൈഫ് ആയിരിക്കാം, കരിയർ ലൈഫ് ആയിരിക്കാം, ക്യാരക്ടർ ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ലൈഫ് ആയിരിക്കാം. അത് പൊളിക്കണമെന്ന്, അത് നശിപ്പിക്കണമെന്ന് പിശാച് വെല്ലുവിളിച്ചാലും ഈ രാത്രി പറഞ്ഞാട്ട് അത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട് സംഭവിക്കത്തില്ല? സ്വർഗത്തിൽ ഇരുന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ബിൽഡ് ഹിം. Echo from heaven, echo from heaven എന്ന് പറഞ്ഞാട്ടെ. echo from heaven ഞാൻ കേൾക്കുന്നുണ്ട്, echo from heaven. ഈ രാത്രി എത്ര ദൈവമക്കൾ കേൾക്കുന്നുണ്ട്? echo from heaven. നിന്നെ പൊളിയാനല്ല, പൊളിക്കാനല്ല, നിന്നെ പണിയുവാൻ വേണ്ടി, നിന്നെ പണിയുവാൻ വേണ്ടിയുള്ള ഒരു എക്കോയിങ്. ആമേൻ. വീണ്ടും അടുത്തതായ എക്കോയിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഒന്ന്, നാം അറിയാത്ത ഒരു എക്കോയിങ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സൗണ്ട് ഒന്നും ഉണ്ടാവുന്നത് നമ്മൾ അറിയുന്ന പോലും ഇല്ല. എൻ്റെ ക്യാരക്ടറിനെ പൊളിക്കണമെന്ന് പിശാച് വെല്ലുവിളിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടോ? പൊളിഞ്ഞു കഴിയുമ്പോഴാണ് അറിയുന്നത്. എന്നെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് തോപ്പിക്കണമെന്ന് പിശാച് അവിടെ ഇരുന്ന് പറഞ്ഞത് ഞാൻ കേട്ടോ, പൊട്ടിയ പേപ്പർ കൈ കിട്ടിയപ്പോഴാണ് അറിഞ്ഞത്. ആമേൻ. നമ്മൾ അറിയാത്ത ഒരു ശബ്ദം, പക്ഷേ അറിയാത്ത ഒരു ശബ്ദം എനിക്ക് വേണ്ടി ഇൻ ഫേവർ ഓഫ് മീ മുഴങ്ങുന്നുണ്ട്. ആമേൻ. എ കോൾ ടു ബിൽഡ് ഫ്രം ദ ഹെവൻ. അതാണ് ഒരു നമ്മൾ അറിയാത്ത ഒരു ഇൻവിസിബിൾ ലോകത്ത് നമ്മളെ സംബന്ധിക്കുന്നതായ എക്കോയിങ് ഉണ്ട്. ഫ്രം ഹെവൻ ആൻഡ് ഫ്രം എർത്ത്, അതർവൈസ് ഫ്രം ഹെൽ. രണ്ടാമതായി, എക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാതുകളിൽ, നമ്മുടെ മനസ്സിൽ ഈ രണ്ട് എക്കോയിങ്ങും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 22-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, അതിൻ്റെ 7-ാം വാക്യം. അവിടെ അബ്രഹാം ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് പോവുകയാണ്. പോകുന്ന വഴിയിലെല്ലാം അബ്രഹാം ഒരു എക്കോയിങ്, ഒരു സൗണ്ട് കേൾക്കുകയാണ്. എന്താ കേൾക്കുന്നതെന്നറിയാമോ? അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട്, അപ്പാ അപ്പാ. അവിടെ ഭൂമിയിൽ നിന്നൊരു ശബ്ദം കേട്ടു. അബ്രഹാം അതിന് ഹാക്കൻ ചെയ്തു. അബ്രഹാം ശ്രദ്ധിച്ചപ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? 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 അമേൻ. എവിടെ? അതാണ് എക്കോയിങ് ഫ്രം എർത്ത്. അമേൻ, അമേൻ, അമേൻ. നീ കളക്ടറാവുന്ന പറഞ്ഞേ. എന്നിട്ട് എവിടെ? മാർക്ക് ഷീറ്റ് എവിടെ? അമേൻ. അഡ്മിഷൻ എവിടെ? അമേൻ. നിന്നെ കൊണ്ടെന്ന് പറഞ്ഞത് എവിടെ? അതിനുള്ള അഡ്മിഷൻ വേണമെങ്കിൽ കാശ് എവിടെ? അമേൻ. വിസ വേണമെങ്കിൽ കാശ് എവിടെ? അമേൻ. എപ്പോഴും ചോദിക്കും എവിടെ? 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 അപ്പ എവിടെ? അപ്പ എവിടെ? അപ്പ എവിടെ? ഉള്ളിൽ നിന്ന് ചോദിക്കും എവിടെ? 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 സഹായിക്കാൻ ആര്? ആമേൻ. ഹെൽപ്പ് ചെയ്യാൻ ആര്? സ്നേഹിക്കാൻ ആര്? എവിടെ? 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 എക്കോയിങ് ഫ്രം എർത്ത്. ജീവിതത്തിൽ എക്കോയിങ് ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ എക്കോയിങ് ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര ആഗ്രഹമാണ്, ആമേൻ, എൻജിനീയറിങ്ങിന് പോകണമെന്ന്. പക്ഷേ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അപ്പനും ഒക്കെ തന്നെ പറയും, കിടന്നുറങ്ങിക്കോ, ഇപ്പൊ എൻജിനീയറിങ്ങിന് പോകും. എക്കോയിങ് ഫ്രം എർത്ത്.
നാലാം ക്ലാസ്സിലെ മാർക്ക് കാണുമ്പോഴേ വീട്ടിൽ ചോദിക്കും, ഇപ്പം 4ാം ക്ലാസ്സിൽ നിനക്ക് 2 മാർക്ക് കുറഞ്ഞു, എന്നിട്ടാ ഇനി നീ 10ാം ക്ലാസ് കഴിയുമ്പം പോകാൻ പോകുന്നത്. എക്കോയിങ് ഫ്രം എർത്ത്. എന്താണെന്നറിയോ? എടാ, അതിനുള്ള എബിലിറ്റി നിനക്കെവിടാ? നമ്മൾ പപ്പയുടെ അടുത്ത് പറയാം, പപ്പേ നമുക്ക് ഇങ്ങനൊരു സാധനം മേടിക്കണം കേട്ടോ. അപ്പം പപ്പ നമ്മുടെ അടുത്ത് വയ്ക്കാം, മക്കളെ നമ്മുടെ അതിന് എവിടുന്നാ കാശ്? എക്കോയിങ് ഫ്രം എർത്ത്. എവിടുന്നാ കാശ്? എവിടുന്നാ കാശ്? എവിടുന്നാ കാശ്? പപ്പ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിനടുത്തൊരു ഉണ്ടായിരുന്നു. അവർ തിരുവനന്തപുരത്തു നിന്ന് വന്ന് താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഫാമിലിയായിരുന്നു. അപ്പോൾ ആ കൊച്ചെന്നും അതിൻ്റെ അപ്പൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമുക്കതുപോലൊരു വീട് പണിയണമെന്ന്. എന്താണെന്നറിയാം? എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇരിക്കുന്ന വീട് പണിയണം, ഇങ്ങനെ ഇരിക്കുന്ന വീട് പണിയണം. കാരണം അത് അന്ന് വരെയും താമസിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന വീട്ടിലാണ്. അതിനൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇങ്ങനെ ഇരിക്കുന്ന വീട് പണിയണം. മനസ്സിലായി കാണുമല്ലോ. അത് അന്ന് വരെയും പാർക്കുന്ന ഓലപ്പരയിലും ഇങ്ങനെ വാടക വീട്ടിൽ ഓടിട്ട വീടില്ല. അപ്പോൾ അതിൻ്റെ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇങ്ങനെ ഇരിക്കുന്ന വീട്. കാരണം അന്നൊക്കെ ഇങ്ങനെ ഫ്ലാറ്റായിട്ടാണല്ലോ വാർക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന വീട് പണിയണം. അപ്പം അതിൻ്റെ അടുക്ക് തിരിച്ച് ഇതിൻ്റെ അപ്പനൊരു റബ്ബർ വെട്ടുകാരനായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ റബ്ബർ വെട്ടുന്നത്. അപ്പോൾ അതിന് നമുക്ക് എവിടുന്ന കാശ്? നമുക്ക് എവിടുന്ന കാശ്? ജീവിതത്തിൻ്റെ ആവശ്യകതകൾ വരുമ്പോൾ ലോകത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ശക്തവാ, എവിടെയപ്പാ? മാർക്ക് എവിടെ മോനെ? എബിലിറ്റി എവിടെ മോനെ? റാങ്ക് എവിടെ മോനെ? നിനക്കതിനുള്ള കഴിവ് എവിടാ മോനെ? നിനക്കതിനുള്ള സൗന്ദര്യം എവിടാ മോനെ? അതിനൊക്കെ കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാ മോനെ? അവിടെയൊക്കെ പോകാൻ എവിടുന്നാ മക്കളെ? എവിടുന്നാ? എക്കോയിങ് ഫ്രം എർത്ത്. ആമേൻ. ഈ എക്കോയിങ് ഫ്രം എർത്ത് വരുന്ന സമയത്ത് അബ്രഹാം ഇപ്പുറത്ത് നിന്ന്, അബ്രഹാമേ, ആടിനെ ഞാൻ മേളിൽ കരുതി വെച്ചിട്ടുണ്ട്, അവിടെ നീ ചെന്ന് അവിടെ അവിടെയൊക്കെ മുൾപ്പറപ്പിനകത്തൊക്കെ നോക്കണം. ദൈവം ഒന്നും പറഞ്ഞില്ല. ഒരു പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ. ചില സമയങ്ങളിൽ എക്കോയിങ് ഫ്രം എർത്ത് വരുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ഭയങ്കര സൈലൻസ് ആയിരിക്കും. നമ്മളൊക്കെ ചിലപ്പം പറയത്തില്ല, കർത്താവെ ഒന്നും ചെയ്തില്ലേലും വേണ്ടില്ല, എന്തെങ്കിലും ഒരു വാക്കങ്ങ് പറഞ്ഞാൽ മതി. അപ്പാ, ഒരു വാക്കങ്ങ് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഒന്ന് പറ, ജയിക്കുമോ ഇല്ലയോ എന്നങ്ങ് പറ, കിട്ടുമോ ഇല്ലയോ എന്നങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാനൊന്നും വരത്തില്ല. എന്തെങ്കിലും ഒന്നങ്ങ് പറ തമ്പുരാനെ. മിണ്ടത്തില്ല തമ്പുരാൻ. സ്വർഗം മിണ്ടത്തില്ല. പക്ഷെ ഇവിടെ അബ്രാം എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് പറഞ്ഞാൽ, അബ്രാമിൻ്റെ അടുക്കൽ മകനിൽ കൂടെ നമ്മുടെ അടുക്കൽ ഈ എക്കോസ് ഓഫ് എർത്ത് ഭൂമിയിൽ നിന്നുള്ള ശബ്ദങ്ങളൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പം വളരെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കും വരുന്നത്. നമ്മുടെ അടുക്ക് പറയും, എടി എല്ലാം പഠിച്ചോ? പഠിച്ചു. നീ എല്ലാം പരീക്ഷയെല്ലാം എഴുതിയായിരുന്നോ? ഞാൻ എഴുതിയായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചപ്പോൾ പറഞ്ഞു, ഇപ്രാവശ്യത്തെ വാല്യുവേഷൻ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമെന്ന്, മാർക്കൊക്കെ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ എന്നാ പറഞ്ഞേ. ആരാ പറയുന്നറിയോ? നമ്മൾ ആരുടെ ഫോൺ എടുക്കും, ആരെ കൊണ്ട് പറയിച്ചാൽ നമ്മൾ വിശ്വസിക്കുമെന്നറിയാം. നമ്മൾ വീട്ടിൽ ചെന്ന് പറയും, അമ്മേ എല്ലാം പോയി കേട്ടോ, എന്താ പറ്റി? അയ്യോ, എന്നെ ഇന്നാരും സ്മിത വിളിച്ചായിരുന്നു, അല്ലെങ്കിൽ ഈ കൊച്ചു വിളിച്ചായിരുന്നു, അവള് പറഞ്ഞു ഇപ്രാവശ്യത്തെ വാല്യുവേഷൻ എല്ലാം ഭയങ്കര ടൈറ്റ് ആയിരിക്കുമെന്ന്. അവളുടെ ആൻറ്റി യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഞങ്ങളുടെ ക്ലാസ്സിൽ പകുതി പേരും തോക്കുമായിരിക്കും എന്ന് അവൾ പറഞ്ഞ്. ആ പരീക്ഷ എഴുതിട്ട് വരുമ്പം വരെ നമ്മളെന്തോ പറയുന്നറിയാമോ? എങ്ങനെയായാലും എനിക്ക് 2 എണ്ണേ പോയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പം അമ്മയുടെ തരാം, അമ്മേ ജയിച്ചാൽ മതിയായിരുന്നല്ലയോ, ഇനി എനിക്ക് സപ്ലി എഴുതാൻ വയ്യ, ജയിച്ചാൽ മതിയായിരുന്നു. ഇത് മുഴുവൻ എവിടുന്നാ വന്നെന്നറിയാമോ? എക്കോയിങ് ഫ്രം എർത്ത്. അന്നേരം എന്നാ തമ്പുരാൻ പറയാം, കുഞ്ഞെ നീ വിഷമിക്കണ്ട, ആര് ഇവാലുവേഷൻ നടത്തിയാലും ആര് വാല്യൂ ചെയ്താലും ഞാൻ നിനക്ക് 100 ഔട്ട് ഓഫ് 100 തരും. തമ്പുരാൻ പറയുമോ? മിണ്ടത്തില്ല. ഈ സമയത്ത് അബ്രഹാം എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്തതെന്ന് പറഞ്ഞാൽ, അബ്രഹാം അവിടെ എക്കോയിങ് ഉണ്ടാക്കി, അബ്രഹാം അവിടെ സൗണ്ട് ഉണ്ടാക്കി. അബ്രഹാം പറഞ്ഞു, ദ ലോർഡ് വിൽ പ്രൊവൈഡ്, യഹോവ ഇരേ, ലോർഡ് വിൽ പ്രൊവൈഡ്, ലോർഡ് വിൽ പ്രൊവൈഡ്. അപ്പോൾ എക്കോയിങ് ഓഫ് എർത്ത് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് അറിയാമോ? എക്കോസ് ഓഫ് ഫെയ്ത്ത്. എക്കോസ് ഓഫ് ഫെയ്ത്ത് അതെവിടെ നിന്ന് വരും? സ്വർഗത്തിൽ നിന്ന് വരത്തില്ല. അത് നമ്മുടെ അടുത്ത് ആരുമെന്ന് പറയത്തില്ല. നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മൾ തന്നെ. ഈ രാത്രി പറഞ്ഞാട്ട് ജീവിതത്തിൽ പിശാചും മനുഷ്യനും ഒക്കെ വന്നു ചോദിക്കും, കൊച്ചേ വല്ലതും നടക്കുവോ? വിശ്വാസത്തിന്റെ വാക്കുകൾ വായിൽ നിന്ന് പുറപ്പെടണം. യെസ്, ബൈ ദ ഗ്രേസ്, ബൈ ദ ഫെയ്ത്ത്, ബൈ ദ ലവ് ഓഫ് ഗോഡ് ഐ വിൽ ഓവർകം. ദാവീദ് അതിലെ പറഞ്ഞു, ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ
പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ആമേൻ. ഇവിടെ രണ്ട് പവറാണ് പറയുന്നത്. എന്താണെന്നറിയാമോ? പാഞ്ഞു ചെല്ലും, അത് സ്പീഡാണ് പറയുന്നത്. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ജമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പാഞ്ഞു ചെല്ലും. അടുത്തതായിട്ട് പറയുകയാണ് ഞാൻ മതിൽ ചാടിക്കടക്കും, അത് പറഞ്ഞാൽ ഹൈ ജമ്പിനെ കുറിച്ചാണ് പറയുന്നത്. സ്പീഡ് മാത്രമല്ല, പറയുകയാണ് ഹൈ. ഈ രണ്ട് കാര്യത്തെ കുറിച്ച് പറയണം. ഞാൻ വേഗത്തിൽ പോകും, ഞാൻ ഉയരത്തിൽ പോകും. ആമേൻ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ഞാൻ വേഗത്തിൽ പോകും. അടുത്തതായി പറയുകയാണ് ഞാൻ മതിൽ ചാടിക്കടക്കും, ഉയരങ്ങളെ താണ്ടും. ദൈവത്താൽ. അത് വിശ്വാസത്തിന്റെ വാക്കുകൾ നാം പറയണം. അബ്രഹാം മല കയറുമ്പോഴൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്നു വിശ്വാസത്തിന്റെ വാക്കുകൾ. മലമുകളിൽ ചെന്ന് യാഗപീഠത്തിന്മേൽ വെച്ച് കഴിഞ്ഞപ്പോ അബ്രഹാം അടുത്തതൊരു ശബ്ദം കേട്ടു. യാഗപീഠത്തിൽ കെട്ടിക്കിടത്തിയിരിക്കുന്ന ഇസഹാക്കിന്റെ ശബ്ദം നിലച്ചു. ഇസഹാക്ക് ഇപ്പം ചോദിക്കുന്നില്ല അപ്പ ആടെവിടെയെന്ന്. ആമേൻ. അബ്രഹാം ആ സമയം വരെയും വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്തതായി 22-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. വീണ്ടും അതിന്റെ 15-ാം വാക്യം വരുമ്പോൾ യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തു നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, ഈ രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, അവിശ്വാസത്തിന്റെ വാക്കുകൾ ലോകത്തു നിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് നിങ്ങളോട് മനുഷ്യൻ ചോദിക്കുമ്പോൾ നടക്കും, എൻ്റെ ദൈവം എനിക്കിത് സാധിപ്പിക്കുമെന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വർഗത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. അപ്പാ ആടെവിടെയെന്ന് ചോദിച്ച ഇടത്തു നിന്ന് ആ സ്ഥലത്ത്, ആ മോറിയ മലയിൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം നിങ്ങൾ കേൾക്കും. I will provide, I will bless you, oh through you I will bless all the nations, you shall be a blessing. Amen. അബ്രഹാം കേട്ടു എക്കോസ് ഓഫ് ഹെവൻ. എങ്ങനെയാണ് അബ്രഹാം എക്കോസ് ഓഫ് ഹെവൻ കേട്ടത്? അബ്രഹാം, എങ്ങനെയാണ് താങ്കൾ എക്കോസ് ഓഫ് ഹെവൻ കേട്ടത്? അബ്രഹാം പറയും, ഓ ഐ ഡിഫെൻഡഡ് ദ എക്കോസ് ഓഫ് എർത്ത് വിത്ത് എക്കോസ് ഓഫ് ഫെയ്ത്ത്. ലോകത്തിന്റെ പ്രതിധ്വനികളെ, ലോകത്തിന്റെ മാറ്റൊലികളെ ഞാൻ വിശ്വാസത്തിന്റെ വാക്കുകളാൽ എതിർത്തു നിന്നപ്പോൾ, പിന്നെയും ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ലോകത്തിന്റെ മാറ്റൊലികളെ, അവിശ്വാസത്തിന്റെ മാറ്റൊലികളെ, അധൈര്യത്തിന്റെ മാറ്റൊലികളെ ഞാൻ വിശ്വാസത്തിന്റെ വാക്കുകളാൽ എതിർത്തു നിന്നപ്പോൾ സ്വർഗത്തിന്റെ മണിനാദം ഞാൻ കേട്ടു, സ്വർഗത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടോ, നിന്റെ സന്തതി മുഖാന്തര സകല ജാതികളും അനുഗ്രഹിക്കപ്പെടോ. എക്കോ ഓഫ് ഹെവൻ. ആമേ. എന്തായിരുന്നു എക്കോ ഓഫ് ഹെവൻ? ആമേ. അത് സംരക്ഷണത്തിന്റെ എക്കോയായിരുന്നു, അത് സംരക്ഷണത്തിന്റെ മാറ്റൊലിയായിരുന്നു, അത് അനുഗ്രഹത്തിന്റെ മാറ്റൊലിയായിരുന്നു. ഈ രാത്രി എന്നെ വിശ്വസിക്കുക ദൈവമക്കളെ. നമ്മൾ വിശ്വാസത്തിന്റെ ശബ്ദം പുറപ്പെടുവിച്ചാൽ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ ശബ്ദം പുറപ്പെടും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മൾ വിശ്വാസത്തിന്റെ ശബ്ദം പുറപ്പെടുവിച്ചാൽ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ ശബ്ദം പുറപ്പെടും. നമ്മുടെ നേരെ അവിശ്വാസം പറയാൻ 1000 പേര് കാണും. അത് ഞാൻ ഒന്നും കൂടെ പറയട്ടെ, വളരെ നൈസായിട്ട് വന്ന അപ്പാ, മോനെ, മോളെ, ഫ്രണ്ടേ അങ്ങനെ വിളിച്ചേ ഈ അവിശ്വാസത്തിന്റെ വാക്കുകൾ വരത്തുള്ളൂ. ഇപ്പൊ പിശാച് വന്ന് നമ്മുടെ അടുക്കൽ നീ നന്നാവത്തില്ലെന്ന് പറയാമെങ്കിൽ നമ്മൾ 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും, പിശാചെ നീ പറഞ്ഞെങ്കിൽ എൻ്റെ ദൈവത്താൽ ഞാനത് ചെയ്യും. അതുകൊണ്ട് പിശാച് ഒരിക്കലും ഒന്ന് നേരിട്ട് പറയത്തില്ല. അതിന് പകരം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ അടുക്കൽ നമ്മളായിട്ട് ഏറ്റവും അറ്റാച്ച് ആയിരിക്കുന്ന ആളുടെ അടുക്കൽ പോയി പറയും. ഇനിയും പിശാച്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിഷയം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനെ ഉണർത്തിയ ഒരു വിഷയം, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ ഞാൻ ഷെയർ ചെയ്യുക. അഭിഷക്തനായിരിക്കുന്ന ശിംശോൻ ദൈവാത്മാവ് വന്നപ്പോൾ, വ്രതസ്ഥനായിരിക്കുന്ന ശിംശോൻ ദൈവാത്മാവ് വന്നപ്പോൾ എടുത്തത് എന്താണെന്നറിയാവോ? കഴുതയുടെ താടിയല്ല, യൂസ്ലെസ്. പക്ഷേ പിശാച് കയ്യിലെടുക്കുന്നത് എന്താണെന്നറിയാവോ? കൗശലമേറിയത്. അപ്പോ ദൈവം ഏറ്റവും ചീപ്പായിട്ടുള്ളതിനെ എടുക്കുമ്പോൾ പിശാച് ഏറ്റവും കൗശലമേറിയ, ഏറ്റവും വിക്കഡ്, ഏറ്റവും ക്രുക്കഡ്, നമ്മളെ സ്വാധീനിക്കാൻ ഏറ്റവും കഴിയുന്നതിനെ മാത്രമേ പിശാച് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് അവിശ്വാസത്തിന്റെ, അധൈര്യത്തിന്റെയൊക്കെ വാക്കുകൾ നമ്മളെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്നവരായിരിക്കും എടുക്കുന്നത്. ആമേൻ. ആമേൻ. നമ്മളെ ഒരിക്കലും കണ്ട മിണ്ടാതെ എന്നും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ അടുക്ക വന്ന്, ആമേൻ, മോളെ ഈ വർഷം നിനക്ക് ജോലിയൊന്നും കിട്ടത്തില്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പുറത്തിരുന്ന് പറയാം, എൻ്റെ ദൈവം എനിക്ക് ജോലി തരും. അവൾ ഈ വർഷം ജോലി എനിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ദൈവം ഉറപ്പായിട്ട് ഈ വർഷം എനിക്ക് 2 ജോലി തരും. അതേസമയം നമ്മുടെ കൂട്ടുകാരി വന്ന് നമ്മുടെ അടുത്ത് പറയാം, എടിയേ ഈ വർഷം ജോലിയൊക്കെ കിട്ടാൻ പാടാ കേട്ടോ. നമ്മളത് 100% വിശ്വസിക്കും. അപ്പൊ പിശാചിനറിയാം നമ്മുടെ അടുക്കൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ ആര് വന്ന് പറയണം? പറയേണ്ടിവൻ വന്ന് പറയണം.
ആമേൻ. ഇന്ന് വരെ ഞാനൊന്ന് ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് ആമേൻ നിങ്ങളുടെ സ്നേഹിതരാണോ അതോ നിങ്ങളുടെ ശത്രുക്കളാണോ? സ്നേഹിതരാ പറഞ്ഞിട്ടുള്ളത്. ആമേൻ. കാരണം പിശാച് അവരിൽ കൂടെ നമ്മുടെ അടുക്കൽ വരത്തുള്ളൂ. അതാണ് എൻട്രൻസ്. ആമേൻ. അബ്രാമിന്റെ അടുക്കൽ ചോദിച്ചു. അബ്രാം ലോകത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം എന്നറിയോ? എവിടെ നടക്കുവോ? ആമേൻ. പക്ഷേ അവൻ വിശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് എതിർത്തു നിന്നു. ദൈവം അവന് വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾപ്പിച്ചു, അനുഗ്രഹത്തിന്റെ ശബ്ദം. ഇതിനോടനുബന്ധമായി ഞാൻ നമ്മളുടെ കാതുകളിൽ കേൾക്കുന്നതായിട്ടുള്ള മറ്റൊരു ശബ്ദത്തിലേക്ക് ഞാൻ കടന്നു വരാം. നമ്മളുടെ കാതുകളിൽ കേൾക്കുന്ന എക്കോ ഓഫ് എർത്ത്. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് കേട്ട 2 ശബ്ദങ്ങളുണ്ട്. ഇയ്യോബ് കേട്ട 2 ശബ്ദങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ചാപ്റ്റർ 2 വേഴ്സ് 9, ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിന്റെ ഭാര്യ വന്ന് പറഞ്ഞു, എന്താണെന്നറിയാവോ? യൂസ്ലെസ് ഫെയ്ത്ത്. നിന്റെ വിശ്വാസം യൂസ്ലെസ് ആണ്, ഇത് വ്യർത്ഥമാണ്, ഇനി ഇത് പിടിച്ചോണ്ടിരിക്കാതെ കുന്തം വിട്ട് കളഞ്ഞിട്ട് പോടേ. യൂസ്ലെസ് ഫെയ്ത്ത്. രണ്ടാമത് 4-ാം അധ്യായം 4-ാം അധ്യായം തുടങ്ങി വായിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സ് പറയുകയാണ്, നിന്റെ ഫെയ്ത്ത്, നിന്റെ ബിലീഫ്, നിന്റെ ക്രിസ്ത്യൻ ലൈഫ് ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. പിശാച് 2 കാര്യം, ലോകത്തിന്റെ ശബ്ദം 2 കാര്യങ്ങൾ പറയും. ഒന്നുകിൽ പറയും, നീ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ എന്തു പറയുന്നറിയോ? നീ പ്രാർത്ഥിക്കുന്നത് ശരിയായിട്ടല്ല. ആമേൻ. ഞാൻ ഈ പറയുന്നത് നാളെ ഒരു ന്യായീകരണമായി എടുക്കരുത്. ലോകത്തിലെ നമ്മുടെ കൂട്ടുകാരെന്ത് പറയുന്നറിയോ? ഓ, നീ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ചർച്ചിലെ ചില ആൻറ്റിമാർ നമ്മുടെ അടുത്ത് എന്ത് പറയാം, മറ്റവരുടെ അടുത്ത് പറയാം, ഓ അവള് പ്രാർത്ഥിക്കുമെങ്കിലും അവള് ശരിയല്ല, അവൻ്റെ പോക്കൊന്നും ശരിയല്ല, നടക്കത്തില്ല. ആമേൻ. ഒരു കൂട്ടർ എന്ത് പറയുന്നറിയാവോ? യൂസ്ലെസ് ഫെയ്ത്ത്. മറ്റവരെന്ത് പറയുന്നറിയാവോ? ഇംപെർഫെക്റ്റ് ഫെയ്ത്ത്. ലോകത്തിന്റെ 2 ശബ്ദമാണ്. ഒന്നുകിൽ പറയും നീ പ്രാർത്ഥിച്ചാൽ കാര്യമില്ല, അല്ലെങ്കിൽ പറയും ഇങ്ങനൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നേ, ഇങ്ങനൊന്നും പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. ഇയ്യോബിന്റെ കേട്ട 2 ശബ്ദം. ഒന്നുകിൽ പറയും ഇതും കണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ പറയും നീ ശരിയല്ല, നീ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനല്ല കുഞ്ഞെ പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനല്ല ഉപവസിക്കേണ്ടത്, ഇങ്ങനല്ല ആരാധിക്കേണ്ടത്, ഇങ്ങനല്ല മിനിസ്ട്രി ചെയ്യേണ്ടത്. ആമേൻ. ഇതിനകത്ത് തന്നെ എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറയുകയാണ്, ഒരുപക്ഷെ നിങ്ങൾ ഈ മീറ്റിങ്ങിനൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരാളെങ്കിലും പറഞ്ഞാണ്, ഓ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ, ഇഷ്ടംപോലെ സൂമും പരിപാടികളും നടക്കുമ്പോൾ ഇപ്പം ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ആമേൻ. യൂസ്ലെസ്. ഇനിയും വേറൊരു കൂട്ടർ പറഞ്ഞാണ്, നിങ്ങൾ ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പ്രയോജനപ്പെട്ടേനെ. ഇംപെർഫെക്റ്റ്. ഒന്നുകിൽ പറയും യൂസ്ലെസ്, അല്ലെങ്കിൽ പറയും ഇംപെർഫെക്റ്റ്. എക്കോ ഓഫ് എർത്ത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം എക്കോ ഫ്രം ഹെവൻ ഉണ്ടായി. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ 42-ാം അധ്യായം 8-ാം വാക്യത്തിൽ 7-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഇയ്യോബിന്റെ സംസാരം നോക്ക്, ഇറ്റ്സ് പെർഫെക്റ്റ്. ആമേൻ. വീണ്ടും അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, ഇയ്യോബിന്റെ ഭക്തി നോക്ക്, ഐ വിൽ ഓണർ ഹിം. ലോകം എന്ത് പറയുന്നറിയാവോ? യൂസ്ലെസ് ആണെന്ന് പറയും, ഇംപെർഫെക്റ്റ് ആണെന്ന് പറയും. പക്ഷെ കർത്താവ് പറയും കറക്റ്റ് ആണ്, ഐ വിൽ ഓണർ. ഒരു ദൈവപ്രവൃത്തി ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന ഏതു കാര്യത്തിനും ലോകം പറയും ഇതും കൊണ്ട് ഗുണമില്ലെന്ന്. നിങ്ങൾ BA ഇംഗ്ലീഷ് എടുക്കും, ലോകം പറയും ഓ BAയുടെ ഒക്കെ കാലം പോയെന്ന് പറയും. നിങ്ങൾ നീറ്റിന് വേണ്ടി 1 വർഷം കൂടെ കാത്തിരിക്കും, അപ്പം പറയും ഓ ഇപ്പോഴത്തെ കാര്യം ഇനിയൊന്നും നടക്കത്തില്ല, ഒത്തിരി പിള്ളേർ ഇറങ്ങുമല്ലോ, അതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ലെന്ന്. നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് പോകും ഭയങ്കര ആഗ്രഹമായിട്ട്, അപ്പം പറയും എൻ്റെ പിള്ളേരെ ഇപ്പം എഞ്ചിനീയറിങ്ങിന് പോകുന്നതിനെക്കാട്ടിലും മൈക്കാട് പണിക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറയും. എന്നാൽ നിങ്ങൾ ഒന്നും വേണ്ട, നേഴ്സിങ്ങിന് പോകാൻ ചിന്തിക്കും. ഓ ഇപ്പം എല്ലാ പിള്ളേരും അങ്ങ് നേഴ്സിങ്ങിന് പോവുക, ഈ കൊറോണയൊക്കെ പിടിച്ച് നേഴ്സിങ്ങിന് പോയാൽ എന്തോ സെക്യൂരിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ മക്കളെ, ഇത് യൂസ്ലെസ്. എന്നാൽ ഇനി അങ്ങ് വീട്ടിൽ ഇരിക്കുക എന്ന് പറഞ്ഞാലോ, നീയേ യൂസ്ലെസ്. എന്തിനെങ്കിലും പോയാലും യൂസ്ലെസ്, ഒന്നിനും പോകുന്നില്ലെന്ന് പറഞ്ഞാലും യൂസ്ലെസ്. അപ്പോൾ മനുഷ്യൻ പറയുന്നത് ഒന്ന് യൂസ്ലെസ്. പോട്ടെ പറഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ എന്തിനു പോവാ, ഞാൻ MBAക്ക് പോവാ. ഓ MBAക്ക് പോവുകയാണെ IIM പോകണം, വേറെ എവിടെയെങ്കിലും പോകുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഇറ്റ്സ് ഇംപെർഫെക്റ്റ്.
എന്ത് ചെയ്യാൻ പോവാ? ഞാൻ IELTS പോകാൻ ആഗ്രഹിക്കുക. എവിടാ പോകുന്നത്? ഞാനിവിടെ ഞങ്ങളുടെ അടുത്ത് തിരുവല്ല ഒരെണ്ണമുണ്ട്, കോഴഞ്ചേരിയിൽ ഒരെണ്ണമുണ്ട്. നോ പോവുകയാണെങ്കിൽ ഇന്നടത്ത് പോകണം. ഞാൻ നീറ്റിൻ്റെ എൻട്രൻസിന് പോവാം. എവിടാ പോകുന്നത്? ദർശനയിലാണ് പോകുന്നത്. ഓ, ദർശനയിലെ ഇറ്റ്സ് ഇംപെർഫെക്റ്റ്. മനുഷ്യൻ പറയുന്ന ശബ്ദം എന്താണെന്ന് അറിയാമോ? ഒന്നുകിൽ പറയും ഇറ്റ്സ് യൂസ്ലെസ്, അല്ലെങ്കിൽ പറയും ഇറ്റ്സ് ഇംപെർഫെക്റ്റ്. പക്ഷേ ദൈവം ഒടുവിൽ വന്നിട്ട് പറഞ്ഞു, ഐ വിൽ ഓണർ ഹിം. ഞാൻ ഇയ്യോബിനെ മാനിച്ചിരിക്കുന്നു. ഇയ്യോബ് വിഹിതമായത് സംസാരിച്ചു. നിങ്ങളെപ്പോലെ പെർഫെക്ഷനും ഇംപെർഫെക്ഷനും യൂസും യൂസ്ലെസ്സും ഒന്നുമല്ല ഇയ്യോബ് സംസാരിച്ചത്. പകരം ഞാൻ ഇയ്യോബിനെ മാനിക്കുന്നു, ഞാൻ ഇയ്യോബിന്റെ മുഖത്തെ ആദരിക്കും. ഇനി ആ ഇയ്യോബിന്റെ ഒരൊറ്റ ക്വാളിറ്റിയെ ദൈവം അവിടെ പറയുന്നുള്ളൂ. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇയ്യോബ് നല്ല കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇയ്യോബ് വിഹിതമല്ലാത്തത് സംസാരിച്ചിട്ടില്ല. രണ്ടാമതായി പറയുകയാണ്, ഇയ്യോബ് പ്രാർത്ഥിക്കും. ദൈവം ഒരു കോൺഫിഡൻസാണ് പറയുന്നത്. എന്താണെന്നറിയാമോ? ഇയ്യോബ് പ്രാർത്ഥിക്കും. നമ്മളൊക്കെ ചില പാസ്റ്റർമാരെയൊക്കെ കുറിച്ചൊക്കെ പറയും, ആ പാസ്റ്റർ പ്രാർത്ഥിക്കും കേട്ടോ, ആ ആൻറ്റി പ്രാർത്ഥിക്കും കേട്ടോ. നമുക്ക് അവരിലുള്ള ഒരു കോൺഫിഡൻസാണ്. ഇതുപോലെ ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം അതിൻ്റെ 8 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ദൈവം അവിടെ പറയാ, ഇയ്യോബിനെ അറിയാവോ? ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ദൈവത്തിനൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. അത് 2 ടൈപ്പ് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാകണം. ഒന്ന്, അവൻ പ്രാർത്ഥിക്കും കേട്ടോ, അവൻ പ്രാർത്ഥിക്കും. സന്ധ്യ മയങ്ങുമ്പോൾ ദൈവത്തിന് ഒരു ഉറപ്പുണ്ടാകണം. എടാ ദൂതന്റെ അടുക്ക് പറയണം, നീ അവന്റെ വീട്ടിലോട്ട് പോ. എന്തിനാ കർത്താവേ പോകുന്നത്? അവൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും കേട്ടോ. അവൻ ഇന്ന് രാത്രി PUBG കളിച്ചുകൊണ്ടിരിക്കത്തില്ല, അവൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. അവൻ ഇന്ന് മുഴുവനും പഴയ എപ്പിസോഡ് ഉള്ള കോമഡി പ്രോഗ്രാം എല്ലാം പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയല്ല, അവൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. ദൈവത്തിനൊരു കോൺഫിഡൻസ് ഉണ്ട്. ഹി വിൽ പ്രേ ടു നൈറ്റ്. അവൻ പ്രാർത്ഥിക്കും. രണ്ടാമത് വേറൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അറിയാവോ? എന്താ പറയുന്നത്? ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ പപ്പയെ സൂക്ഷിക്കണേ, മമ്മിയെ സൂക്ഷിക്കണേ, എന്നെ സൂക്ഷിക്കണേ, അനിയത്തെ സൂക്ഷിക്കണേ, അച്ചാച്ചനെ സൂക്ഷിക്കണേ, ചേട്ടനെ സൂക്ഷിക്കണേ, അനിയത്തെ സൂക്ഷിക്കണമേ, പഠിക്കാൻ ബുദ്ധി പറഞ്ഞേ, ഞാൻ തന്നെ രാത്രികാലം മുഴുവൻ സൂക്ഷിക്കണേ, ഞങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കണേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അവിടെ തീരത്തില്ലെന്ന് കർത്താവിനൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. ദൈവത്തിനൊരു ഉറപ്പുണ്ട്. അവൻ്റെ പ്രാർത്ഥന ഒത്തിരി എലാബറേറ്റഡ് ആയിരിക്കും, ഒത്തിരി വൈഡായിരിക്കും അവൻ്റെ പ്രാർത്ഥനയെന്ന്. നമ്മുടെ പ്രാർത്ഥന ഒത്തിരി വിശാലമായിരിക്കണം. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ഒത്തിരി വിശാലമായിരിക്കണം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസവഞ്ചന നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയില്ല. നമ്മളെല്ലാവരുടെ അടുക്കലും പറയും, പ്രാർത്ഥിക്കണേ. ഓക്കെ പ്രാർത്ഥിക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാനൊന്ന് പറയട്ടെ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എത്ര പേർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്? അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു മെത്തേഡ് ഒത്തിരി പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ഒരാളുടെ അടുക്കൽ പറഞ്ഞാൽ, ഓക്കെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചേക്കാം, ഓൺ ദ സ്പോട്ട് പ്രാർത്ഥിച്ചു വിട്ടു, തീർന്നല്ലോ കാര്യം. ഞാനും ചിലപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പോയിരുന്നു പ്രാർത്ഥിക്കട്ടെ, അങ്കിളെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാം. ഉടനെ നമ്മൾ നിന്നു, ഒരു വാക്ക് പ്രാർത്ഥിച്ചു, ഓക്കെ ബൈ, എസ്കേപ്പ്. നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു, ഫിനിഷ് അല്ലേ? പക്ഷെ ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയണം, ഹി വിൽ പ്രേ ഫോർ യു. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. അവിടെ പറയുകയാണ്, ഞാൻ ഇയ്യോബിന്റെ മുഖത്തെ ആദരിക്കും. ആമേൻ, 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 ആമേൻ. നമ്മുടെ മുഖം ആദരിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു പ്രെയർ ലൈഫ് ഉണ്ടാകണം. മറ്റൊരു കൂട്ടർ പറഞ്ഞേക്കാം യൂസ്ലെസ് ഫെയ്ത്ത് ആണെന്ന്, മറ്റൊരു കൂട്ടർ പറഞ്ഞേക്കാം ഇംപെർഫെക്റ്റ് ഫെയ്ത്ത് ആണെന്ന്. ആമേൻ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അടുത്തതായി ലോകത്തിൽ നിന്ന് നമ്മുടെ കാതുകളിൽ അടിക്കുന്ന മറ്റൊരു ശബ്ദം, ശ്രദ്ധിക്കേണ്ട ഒരു ശബ്ദമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 11 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, സഭാപ്രസംഗിയുടെ പുസ്തകം 11 അധ്യായം അതിൻ്റെ 9 വാക്യത്തിൽ അവിടെ നാം കേൾക്കുന്നതായ ഒരു ശബ്ദമാണ്, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക, എന്നാൽ ഇവയൊക്കെയും നടന്നുകൊള്ളുക. ഇതെന്താണെന്നറിയാവോ? എക്കോ ഫ്രം എർത്ത്. ലോകം എന്താ നമ്മളോട് പറയുന്നറിയാം? യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, എൻജോയ് ചെയ്യടാ, അടിച്ചു പൊളിക്കടാ, തകർക്കടാ, എന്റർടൈൻ ചെയ്യടാ. ഈ കാലം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കിട്ടത്തില്ല മോനെ, ഇതാ പൊളിക്കേണ്ട കാലം. പക്ഷേ 12 അധ്യായത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ അവിടെ എക്കോയിങ് ഫ്രം എർത്ത് എന്താണെന്നറിയാമോ? നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക.
ദുർദിവസങ്ങൾ വരികയും നിനക്കിഷ്ടമില്ല എന്ന് പറയുകയും ചെയ്യുന്ന കാലം സമീപിക്കും. ഓഹ്, ലോകം എന്താ പറയുന്നത് അറിയാമോ? ഇറ്റ്സ് ടൈം ടു എൻജോയ്. എന്നാൽ സ്വർഗം എന്താ പറയുന്നത് അറിയാമോ? സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞ് അയ്യോ അങ്ങനെ നടക്കണമെന്നല്ല അവിടെ പറയുന്നത്. നീ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, കാരണം നിന്റെ മുമ്പിലുള്ള കാലങ്ങൾ ദുർഘടമാണ്. സോ ലോകം പറയുന്നത് ഇറ്റ്സ് ടൈം ടു റിലാക്സ്, ഇറ്റ്സ് ടൈം ടു എൻജോയ്. പക്ഷെ സ്വർഗം എന്താ പറയുന്നത് അറിയാമോ? ഇറ്റ്സ് ടൈം ടു പ്രിപ്പയർ, ഇറ്റ്സ് ടൈം ടു പ്രിപ്പയർ. നിന്റെ മുമ്പിലുള്ള കാലം പ്രശ്നമാണ്. സോ യു ഷുഡ് പ്രിപ്പയർ നൗ, യു ഷുഡ് പ്രിപ്പയർ നൗ. ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പ്രത്യേകം പറയട്ടെ, യുവർ ടൈം ഈസ് ടു പ്രിപ്പയർ ഫോർ എ ഗുഡ് ലൈഫ്. ഒരു നല്ല ജീവിതത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കാലഘട്ടമായത്. ലോകത്തിൻ്റെ ഇത് നമ്മൾ പഠിച്ചാൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, അവൻ്റെ ലൈഫിൻ്റെ ഏറ്റവും നല്ല സന്തോഷം ഏതാണെന്നറിയാമോ? ഏത് ടൈം? ഇപ്പം നിങ്ങളെയൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർമാർ പറയും, എല്ലാവരും പറയും സ്വീറ്റ് 17, അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലതെന്ന്. നോ, ഇറ്റ്സ് നോട്ട് ട്രൂ. മോഡേൺ സ്റ്റഡീസ് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും തൃപ്തി അനുഭവിക്കുന്ന, അവൻ എൻജോയ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 37 എന്നാണ് പറയുന്നത്. 37. കാരണം 37 ആവുമ്പോൾ അവൻ ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക്, അവൻ ലൈഫിനെ എൻജോയ് ചെയ്യുന്നത് 37ലാണ്. 37ലാണ് അവൻ എൻജോയ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി 2 വർഷമൊക്കെ കഴിയുമ്പം പിന്നെ നമ്മൾ ബുക്കൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ച് വായിക്കേണ്ടി വരും. പതുക്കെ പതുക്കെ വെള്ളമെഴുത്ത് ആരംഭിക്കും. 37 ലൈഫ് എൻജോയ്. അതുകൊണ്ടല്ലേ ഈ മനുഷ്യരൊക്കെ വണ്ണം വെക്കുന്നത് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 35, 36, 37 വയസ്സാകുമ്പോഴാണ്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് അവർ റിലാക്സ് ചെയ്ത് കഴിക്കും. 37 വയസ്സ് കഴിയുമ്പോൾ പിന്നെ അവർ എന്തെന്ന് അറിയാമോ? ഭയങ്കരമായിട്ട് ഡയറ്റ് പിടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഉള്ളിൽ ഭയമായി തുടങ്ങി. 17, 18, 19 വയസ്സിൽ ഭയങ്കരമായിട്ട് ഡയറ്റ് പിടിക്കും. എന്താ കാര്യം എന്നറിയോ? അയ്യോ, എന്നെ ഇങ്ങനെ കണ്ട ആരെങ്കിലും കളിയാക്കും, വയറി ആടിയാൽ ഭയങ്കര നാണം കേടാ, അയ്യോ മുടി ഒഴിഞ്ഞാൽ കൊള്ളത്തില്ല, അയ്യോ മുഖം അല്ലാതിരുന്നാൽ ഭയങ്കര ഷെയ്മാ. അപ്പം ഇത് മനുഷ്യനെ പേടിച്ച് നമ്മൾ ഈ 17, 18 വയസ്സിലൊക്കെ ഭയങ്കര ഡയറ്റിംഗ് ആയിരിക്കും. വിശന്നാലും വെള്ളം കുടിച്ചോ, അരച്ചപ്പാത്തി ഇന്ന് ബാക്കി ചപ്പാത്തി, അയ്യോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എങ്ങനെയും എസ്കേപ്പ് ആവും. പക്ഷേ 40സിലെത്തുമ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് നാട്ടുകാർ കുടവേറാന്ന് പറയുന്നല്ല. അന്നേരം നമ്മൾ പറയാം എൻ്റെ വയറ് അവിടെ ഇരുന്നോട്ടെ, ഞാൻ അങ്ങ് സഹിച്ചോളാം എന്ന് പറയും. പക്ഷെ നമ്മൾ പേടിക്കാൻ തുടങ്ങും. എന്തിനാണെന്നറിയോ? രോഗത്തെ പേടിക്കാൻ തുടങ്ങും. ആമേൻ. ടീനേജിൽ നമ്മൾ മനുഷ്യനെ പേടിക്കും, മിഡിൽ ഏജ് വരുമ്പോഴത്തേക്ക് നമ്മൾ രോഗത്തെ പേടിക്കും. ഇതൊന്നും പേടിക്കാൻ നമ്മൾ സാറ്റിസ്ഫൈ ആയിട്ട് ജീവിക്കുന്ന ടൈം 37 എന്നാ മോഡേൺ സ്റ്റഡീസ് പറയുന്നത്. ബൈബിൾ പറയുന്നതല്ല, ഞാനും പറയുന്നതല്ല, മോഡേൺ സ്റ്റഡീസ്. ഇന്നാളെ ഒരു ജേർണലിൽ വായിച്ചതാണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു വന്നത്, teenage is not a time to enjoy or relax, but it's a time to prepare for a good life, for a good future. ഒരു കാര്യം എനിക്ക് ധൈര്യത്തോടു കൂടി പറയാം. 15, 16, 17, 18, 19 ഈ വയസ്സിലൊക്കെ ഞാൻ നന്നായിട്ട് ഫാസ്റ്റ് ചെയ്യുമായിരുന്നു. രാത്രിയൊക്കെ ഞാൻ 3 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ബോസ്റ്റ് ചെയ്യുമല്ല, പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് എൻ്റെ ഒരു സ്ട്രോങ് ഇതെന്താണെന്നറിയാമോ? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫാസ്റ്റിങ് സ്കൂളിൽ പോകുമായിരുന്നു. ഇന്നെനിക്കത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി കോൺഫിഡൻസാണ്, അത് ഒത്തിരി ധൈര്യമാണ്. അത് യെരമ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വാക്യമുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്യം. കാരണം ഞാനത് അവകാശം പറയുന്ന ഒരു വാക്യം. അത് യെരമ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2ാം അധ്യായം, യെരമ്യാ പ്രവചനം 2ാം അധ്യായം അതിൻ്റെ 2ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഇത് പറയുകയാണ്. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. അപ്പം ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, നിന്റെ ആ യൂത്തിലുള്ളതായ സ്നേഹം ഉണ്ടല്ലോ, ഐ വിൽ നോട്ട് ഫോർഗെറ്റ്. കുഞ്ഞുങ്ങളെ, ഈ സമയത്ത് നമ്മൾ യേശുവിനെ സ്നേഹിച്ചാൽ ജീവിതത്തിൽ വരുന്ന ആളുകളിൽ ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ നിൽപ്പാൻ ഒരു തൻ്റെ ഇടവാ. കർത്താവേ, ഞാൻ +2 പഠിച്ചപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല, ഞാൻ പിള്ളേരുടെ ബൈക്ക് വാടകയ്ക്കെടുത്ത് കുറ്റിക്കാനം പോയിട്ടില്ല, അപ്പാ
ഞാൻ ഷെയർ ഇട്ട് പിള്ളേരെല്ലാം കൂടെ പോയി കള്ളടിച്ചപ്പോൾ ഞാൻ കൂടെ കുടിച്ചിട്ടില്ല. അപ്പ 10 രൂപയ്ക്ക് ഒരു സിഗരറ്റ് മേടിച്ച് എല്ലാവരും ഓരോ പഫ് എടുത്തപ്പോൾ ഞാൻ കൂടെ പോയിരുന്നു വലിച്ചിട്ടില്ല. കോൺഫിഡൻസ്, അത് കോൺഫിഡൻസ്. ഞാൻ ഇന്ന് വരെ, എനിക്ക് ധൈര്യത്തോടു കൂടി ദൈവസന്നിധിയിൽ ചെറിയ ചില കാര്യങ്ങളായിരിക്കാം, ഞാൻ ഇന്ന് വരെ സിനിമ തിയേറ്ററിനകം കണ്ടിട്ടില്ല. എ കോൺഫിഡൻസ് ഫോർ മീ. മറിയത്തിനൊരു കോൺഫിഡൻസ്. മറിയത്തിന്റെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവളുടെ രഹസ്യത്തിൽ ഒരു ദൂതൻ കടന്നു വന്നപ്പോ രഹസ്യത്തിൽ അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. ആമേൻ. സീക്രട്ട് ലൈഫിലുള്ള ഹോളിനെസ്, സീക്രട്ട് ലൈഫിലുള്ള പ്യൂരിറ്റി, ഇറ്റ്സ് അവർ സ്ട്രെങ്ത്. ജീവിതത്തിന്റെ നാളുകളിൽ ദുർഘടങ്ങൾ കടന്നു വരുമ്പോൾ, കുഞ്ഞുങ്ങളെ, ലൈഫിൽ ക്രൈസിസ് ഉണ്ടാകും, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകും, ഫാമിലി ലൈഫിൽ ക്രൈസിസ് ഉണ്ടാകും, ജോലി സ്ഥലത്ത് ക്രൈസിസ് ഉണ്ടാകും. പക്ഷെ ഈ യൗവനകാലത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ടീനേജിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, ലോകം പറയും ഈ സമയം പൊളിക്കാനുള്ള സമയമാണ്, തകർക്കാനുള്ള സമയമാണെന്ന്. പക്ഷേ സ്വർഗം നിങ്ങളോട് പറയുന്നത്, ഇറ്റ്സ് ടൈം ടു പ്രിപ്പയർ, ഇറ്റ്സ് ടൈം ടു പ്രിപ്പയർ. ആമേൻ. ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ്. പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പൊളിക്കും, നമ്മൾ ആഘോഷിക്കും, നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യും. ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങളെ, ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതല്ല എന്നല്ല ഞാൻ പറയുന്നത്. യു ഷുഡ് എൻജോയ്, യു ഷുഡ് റിലാക്സ്. പക്ഷേ ഇപ്പോൾ ഒരു 2 വർഷം എൻജോയ് ചെയ്തിട്ട് പിന്നെ ഒരു 30 വർഷം നിങ്ങൾ കിടന്ന് ക്രൈസിസ് അനുഭവിക്കുന്നതിനെക്കാട്ടിലും ഇപ്പോൾ ഒരു 3 വർഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത്, ഒരു 5 വർഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത്, വരുന്ന ഒരു 30 വർഷം നിങ്ങൾ എൻജോയ് ചെയ്യ്. സ്വർഗം പറയുന്നു ഇറ്റ്സ് യുവർ പ്രിപ്പറേഷൻ പീരീഡ്. ആമേൻ. ലോകം പറയുന്നു ഇറ്റ്സ് ടൈം ടു റിലാക്സ്. ഇതിലേത് എക്കോയ്ക്ക് നിങ്ങൾ ചെവി കൊടുക്കും? ആമേൻ, 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 ആമേൻ. ഇതിനോടനുബന്ധമായ നമ്മുടെ കാതുകളിൽ പറയുന്ന ഒരു ഭാഗം കൂടെ, സൗണ്ട് ഓഫ് എർത്ത്, എക്കോ ഫ്രം എർത്ത്, ആ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കാം. എന്താണെന്ന് പത്രോസിന്റെ 2-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം, ഈ ഒരു ഭാഗം നിങ്ങൾ ഇപ്പോൾ ഓർത്തില്ലെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങളിതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഒരു 5 വർഷം 10 വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നിങ്ങളിത് ഓർക്കും. നിങ്ങളതൊന്ന് ഓർത്ത് വെക്കണം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അവിടെ ചോദിക്കുകയാണ്, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? ഇത് നമുക്കറിയാം, കർത്താവായ യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അവിടെ അതിൽ നിന്ന് ഒരു പോയിന്റ് മാത്രം ഞാൻ എടുക്കുകയാണ്. എക്കോ ഓഫ് എർത്ത് എന്താണെന്നറിയാവോ? ചോദിക്കുന്ന ഒരു ചോദ്യം, വാഗ്ദത്തം എവിടെ? വാഗ്ദത്തം എവിടെ? എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ 13 വയസ്സിൽ, 14 വയസ്സിൽ, 15 വയസ്സിൽ, 16 വയസ്സിൽ, 17 വയസ്സിൽ, ഈ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ചർച്ചിൽ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കും, 7 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കും. അന്നേരമൊക്കെ അഭിഷക്തന്മാർ വരും, നിങ്ങളുടെ തലയിൽ കൈവെക്കും, ഭയങ്കരമായ ദൂതുകൾ പറയും. നിങ്ങൾ ആ ദൂതുകളൊക്കെ ഏറ്റെടുക്കും. ഭയങ്കരമായിട്ട് ഫാസ്റ്റിംഗ് പ്രെയർ ഒക്കെ കഴിയുമ്പോൾ ആത്മാവിൽ നിറയെ, ഓ ദൈവം, എനിക്കൊരു പ്രോമിസ് ഉണ്ട്, എന്നെക്കുറിച്ച് ദൈവം ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷേ കുറെ കഴിഞ്ഞ് ദൂത് പറഞ്ഞ പാസ്റ്ററേയും കാണാൻ കിട്ടത്തില്ല, അന്ന് ഇരുന്ന പാസ്റ്ററുകളെയും കാണാൻ കഴിയത്തില്ല, അന്ന് കൂടിരുന്ന ആത്മാവി നിറഞ്ഞ കൂട്ടുകാരെയും കാണാൻ കഴിയത്തില്ല. നമ്മൾ മാത്രം ഒരു മുറിക്കകത്ത് കയറും. നമ്മൾ സങ്കടത്തോടെ വന്ന് നമ്മുടെ അമ്മ എടുത്തു വയ്ക്കും, അമ്മേ അന്ന് ആ പാസ്റ്റർ പറഞ്ഞ ദൂത് എവിടെ അമ്മേ? അമ്മേ അന്ന് ആ പാസ്റ്റർ പറഞ്ഞ വാഗ്ദത്തം എവിടെ അമ്മേ? ജീവിതത്തിൽ ഒരു ചോദ്യം വരും, വേർ ഈസ് ദ പ്രോമിസ്? എൻ്റെ വാഗ്ദത്തം എവിടെ? 17-ാമത്തെ വയസ്സിൽ യോസെഫിന്, 17 വയസ്സിന് മുമ്പേ യോസെഫിന് വാഗ്ദത്തം കിട്ടി. അവിടെ നിന്ന് അവൻ അടിമയായി വിൽക്കപ്പെട്ടു, അവിടെ നിന്ന് അവൻ കള്ളക്കേസിൽ പിടിക്കപ്പെട്ടു, അവിടെ നിന്ന് അവൻ കാരാഗ്രഹത്തിൽ പോയി. ആ നാളുകളിലെല്ലാം there was an echoing in his ears. Where is the promise? Where is the vision? എവിടെ എവിടെ എവിടെ? അവൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഇവൻ്റെ സ്വപ്നം എന്താകും നമുക്ക് കാണാടാ മക്കളെ. എക്കോയിങ്. ലോകം നിങ്ങളോട് ചോദിക്കും, വാഗ്ദത്തം എവിടെ? വാഗ്ദത്തം എവിടെ? അത് നിങ്ങളുടെ അന്തരാത്മാവിൽ കിടന്ന് കത്തും. ചിലപ്പോൾ നിങ്ങൾ അന്ന് പരിചയമുള്ള പാസ്റ്റേഴ്സിൻ്റെ അടുക്ക് പോയി ചോദിക്കും, ഈ പ്രവചനമൊക്കെ കള്ളമായിരുന്നോ? നിങ്ങൾ ചിലപ്പം പോയി ചോദിക്കും,
നിങ്ങൾക്ക് ഈ സാം മാത്യു പാസ്റ്ററിനെ അറിയാമോ? അറിയാം. എന്താ അദ്ദേഹം ഒരിക്കൽ ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ദൂതൊക്കെ എങ്ങനെ കറക്റ്റാണോ? കറക്റ്റാ. ഓക്കെ. എവിടെങ്കിലും പാളിപ്പോയതായിട്ട് അറിയാമോ? എനിക്ക് ചൊവ്വേ പുള്ളിയെ പരിചയമില്ല. എന്താ മക്കളെ ചോദിച്ചേ? അല്ല, ഞാൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് പറഞ്ഞായിരുന്നു, അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അടുത്ത് കുറേ ദൂത് പറഞ്ഞായിരുന്നു, പക്ഷെ ഇതുവരെ ഒന്നും നിറവേറിയില്ല. പുള്ളി വെറുതെ പറയുവാന്നോന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാ. ഇതെന്താ ചോദിക്കുന്നതെന്നറിയാമോ? വാഗ്ദത്തങ്ങൾ നിറവേറാതെ വരുമ്പോൾ ദൂത് പറഞ്ഞ പാസ്റ്ററേയും വാഗ്ദത്തം പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൽ ആടിയുലയും. എക്കോയിങ് ഓഫ് എർത്ത്. എന്താ നിന്റെ വാഗ്ദത്തം എവിടെ? നീ പ്രാപിച്ച ദർശനം എവിടെ? നീ അടിവരയിട്ട ബൈബിൾ വാക്യമൊക്കെ എന്തിയടാ? ശത്രു വെല്ലുവിളിക്കും. നീ കണ്ട ദർശനം എവിടെ? നീ കേട്ട ദൂത് എവിടെ? ബൈബിളൊക്കെ തുറന്നു വെച്ചിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ യാഥാർത്ഥ്യം പറയുന്നത്, ഞാൻ നല്ല യൗവനം കഴിഞ്ഞവനാ ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാ, ബൈബിളൊക്കെ തുറന്നു വെച്ചിട്ട് ചില വാക്യങ്ങളൊക്കെ നോക്കിയിട്ട് തോന്നും, കർത്താവ് ഇതൊക്കെ എന്നോട് പറഞ്ഞല്ലായിരുന്നു. ചില വാഗ്ദത്തങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിട്ട് വയ്ക്കും, കർത്താവേ അതൊക്കെ ഇനി എൻ്റെ തോന്നലായിരുന്നു. കർത്താവേ അന്നാ പാസ്റ്റർ വെറുതെ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞിട്ട് പോയതാണോ? എവിടെ എവിടെ? സൗണ്ട് ഓഫ് എർത്ത്. ജീവിതത്തിൻ്റെ അഗ്നിയുടെ പാതകളുണ്ട്. ചോദിക്കും, എവിടെ വാഗ്ദത്തമെന്ന്? ആ കാലയളവിലും ഞാൻ മുൻപേ അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ദൈവം അത് നിവർത്തിക്കും, ദൈവം അത് നിവർത്തിക്കും, ദൈവം അത് നിവർത്തിക്കും. 2 ഭാഗങ്ങളെ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇൻവിസിബിൾ വേൾഡിൽ ഉണ്ടാകുന്ന എക്കോയിങ് നമ്മളെ സംബന്ധിക്കുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, നമ്മുടെ കാതുകളിൽ കേൾക്കുന്ന എക്കോയിങ്. അതിന് 4 കാര്യം പറഞ്ഞു. ഒന്ന്, നിന്റെ ജീവിതത്തിൽ നന്മ വരാൻ വഴി എവിടാടാ? നിനക്കതിനുള്ള കാശുണ്ടോ? നിനക്കതിനുള്ള എബിലിറ്റി ഉണ്ടോ? ലോകം ചോദിക്കും. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കും. 2, നിന്റെ ഫെയ്ത്ത് യൂസ്ലെസ് ആണ്, നിന്റെ ഫെയ്ത്ത് ഇംപെർഫെക്റ്റ് ആണ്. 3-മതൊരു ശബ്ദം കേൾക്കും, ടൈം ടു റിലാക്സ്. പക്ഷേ വേറൊരു ശബ്ദമുണ്ട്, ടൈം ടു പ്രിപ്പയർ. 4-മതൊരു ശബ്ദമുണ്ട്, വാഗ്ദത്വമൊക്കെ എന്തിയടാ? കിട്ടുമെന്നൊക്കെ പറഞ്ഞത് എന്തിയടാ? നടക്കുമെന്നൊക്കെ പറഞ്ഞത് എന്തിയടാ? ആ എക്കോയുകൾ, ആ സൗണ്ടുകൾ നിങ്ങളെ അധൈര്യപ്പെടുത്തരുത്, നിങ്ങളെ തകർക്കരുത്. സ്വർഗത്തിൻ്റെ ശബ്ദം നിങ്ങളെ ഉറപ്പിക്കും. എന്നാൽ 3-മത്, എക്കോസ് ഓഫ് ഹെവൻ, എക്കോസ് ഓഫ് എർത്ത്. ഇതെവിടെയാണെന്ന് പറഞ്ഞാൽ ലോകത്തിലാണ് മക്കളെ കേൾക്കുന്നേ. ഈ ലോകം മുഴുവനും, ലോകത്തിൽ എവിടെ തിരിഞ്ഞാലും എക്കോസ് ഓഫ് എർത്താണ്. നമ്മൾ വെളിയിലോട്ടിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പ്രസംഗം കേൾക്കാൻ വേണ്ടി നമ്മൾ യൂട്യൂബ് ഓൺ ചെയ്യട്ടെ, നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടി യൂട്യൂബ് ഓൺ ചെയ്യട്ടെ, ഒരു ക്രിസ്തീയ പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ യൂട്യൂബ് ഓൺ ചെയ്യും. ക്രിസ്തീയ പാട്ട് കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ എക്കോ ഓഫ് എർത്ത് കേട്ടിട്ടേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ക്രിസ്ത്യൻ സോങ് കേൾക്കത്തുള്ളൂ. മിനിമം 4 സെക്കൻഡെങ്കിലും നമ്മൾ എക്കോ ഓഫ് എർത്ത് കേൾക്കും. അഡ്വർടൈസ്മെന്റ് എവിടെ നിങ്ങൾ നോക്കിയാലും എക്കോസ് ഓഫ് എർത്ത്. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങൾ പഠിക്കാൻ കയറുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വിക്കിപീഡിയയിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്യാൻ നിങ്ങൾ കയറുമായിരിക്കും. അപ്പോഴായിരിക്കും അതിൻ്റെ മേളിൽ എക്കോസ് ഓഫ് എർത്ത്. ലോകം മുഴുവനും എക്കോസ് ഓഫ് എർത്ത്. അതിനെ ഞാൻ ഒന്നായിട്ട് പറയാം, എക്കോസ് ഓഫ് സിൻ. ഇതിൻ്റെ നടുവിൽ ലോകം മുഴുവൻ എക്കോയിങ് ആണ്. ലോക സുഖങ്ങളെക്കുറിച്ച്, ലോക സമ്പത്തുകളെക്കുറിച്ചൊക്കെ ഫുൾ എക്കോയിങ് ആണ്. നമ്മളൊരു പുതിയ ഫോൺ മേടിച്ചാൽ ആ ഫോണിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒത്തിരി ആപ്പ് ഉണ്ടായിരിക്കും. ഇപ്പം എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, പക്ഷേ ഞാനൊരു ഫോൺ മേടിച്ചാൽ അതിനകത്ത് ആദ്യമേ ഇൻബിൽട്ടായിട്ടൊരു ഫേസ്ബുക്ക് കാണും. അതിനകത്ത് എനിക്ക് ഇൻസ്റ്റ ഇല്ല, പക്ഷേ അതിനകത്ത് ഫ്രണ്ടിൽ തന്നെ ഇൻസ്റ്റ കാണും. അത് ഹോം പേജിൽ കൊണ്ടുവരിക പോലും വേണ്ട, അതിൻ്റെ ഷോർട്ട് കട്ട് ഉൾപ്പെടെ കാണും. അപ്പം
പക്ഷേ അതിനകത്തൊരു ബൈബിൾ ആപ്പ് ഉണ്ടായിരിക്കുമോ? അതിനകത്തൊരു വേഴ്സ് വ്യൂ ഉണ്ടായിരിക്കുമോ? അതിനകത്തൊരു ഡിവോഷണൽ ബൈബിൾ ഉണ്ടായിരിക്കും? ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇതുപോലെയാണ് ലോകം. ഇതിൻ്റെ നടുവിൽ എക്കോസ് ഓഫ് ഹെവൻ മുഴങ്ങുമാറാക്കണം. ഹൂ വിൽ പ്രൊക്ലൈം? ആര് പറയും? കോർപ്പറേറ്റുകൾ ലോകത്തിന്റെ എക്കോയിങ് നടത്തുമ്പോൾ, ലോകത്തിലെ സമ്പന്നന്മാർ, സിനിമാക്കാര്, അത്ലറ്റുകൾ, അഡ്വർടൈസ്മെന്റുകൾ, ഇവരൊക്കെ ഇത് നടത്തുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, എക്കോ ഓഫ് എർത്ത് ഹെവൻ, ആരത് ലോകത്ത് ആ മാറ്റൊലി പ്രതിധ്വനിപ്പിക്കും? ഹൂ വിൽ പ്രൊക്ലൈം ദ ട്രൂത്ത്? ഹൂ വിൽ പ്രൊക്ലൈം ദ ഗോസ്പൽ? അതാണ് എക്കോ ഓഫ് ഹെവൻ. എന്താണ് സ്വർഗത്തിന്റെ നാദം? എന്താ സ്വർഗത്തിന്റെ ശബ്ദം? എന്താ സ്വർഗത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത്? സുവിശേഷമാണ്, ഇവാഞ്ചലിസം, ആമേൻ, ഗോസ്പൽ, ട്രൂത്ത്. എനിക്കും നിങ്ങൾക്കും ഒരു കർത്തവ്യമുണ്ട്. റെയ്നാഡ് ബോങ്കയുടെ ഒരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. വി ആർ ടു പ്ലണ്ടർ ഹെൽ ടു പോപ്പുലേറ്റ് ഹെവൻ. നരകത്തിൽ നിന്ന് ജനത്തെ പിടിച്ചെടുത്ത് നരകം ശൂന്യമാക്കണം, സ്വർഗം നിറയ്ക്കണം. എല്ലായ്പ്പോഴും ലോകത്തിന്റെ ശബ്ദം മുഴങ്ങുന്നതിൻ്റെ ഇപ്പുറത്ത് ഒരു ദൈവശബ്ദം മുഴങ്ങുന്ന കാലങ്ങളുണ്ടായിരുന്നു. ലോകശബ്ദം മുഴങ്ങുന്ന കാലങ്ങളിലൊക്കെ ദൈവശബ്ദം മുഴങ്ങുന്ന കാലമുണ്ടായിരുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഉത്സവത്തിന്റെ ശബ്ദത്തിന്റെ ഇപ്പുറം യേശുവിന്റെ ശബ്ദം കേട്ടു. പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിവസത്തിൽ ആലയം മുഴുവൻ ആടിത്തിമിർത്ത് പട്ടണം മുഴുവൻ ഘോഷിക്കുമ്പോൾ ഇപ്പുറത്ത് മാളിക മുറിയിൽ ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു, എക്കോ ഓഫ് ഹെവൻ. എനിക്കും നിങ്ങൾക്കും ഒരു കർത്തവ്യമുണ്ട്. സ്വർഗത്തിന്റെ ശബ്ദം, എക്കോസ് ഓഫ് ഹെവൻ, വി ഷുഡ് പ്രൊഡ്യൂസ് ഇറ്റ്, വി ഷുഡ് പ്രൊക്ലൈം ഇറ്റ്. ഞാനും നിങ്ങളും സ്വർഗത്തിന്റെ ശബ്ദത്തിന്റെ ലൗഡ് സ്പീക്കേഴ്സാണ്. ഞാനും നിങ്ങളും വലിയ ലൗഡ് സ്പീക്കേഴ്സാണ്. പക്ഷേ ഈ ലൗഡ് സ്പീക്കർ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാമോ? ആംപ്ലിഫയറിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. നമ്മളൊന്നും ചെയ്യണ്ട. നിങ്ങളുടെയൊക്കെ വീട്ടിൽ സ്പീക്കറുണ്ട്. ആ സ്പീക്കറിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടോ? ഇല്ല. ആ സ്പീക്കറിനകത്ത് മ്യൂസിക് ഉണ്ടോ? ഇല്ല. ആ സ്പീക്കറിനകത്ത് എന്തോ ഉണ്ട്? ആ സ്പീക്കറിനകത്തൊന്നുമില്ല. പക്ഷേ ആ സ്പീക്കറിന് ഒരു സാധനമുണ്ട്. എന്താണെന്നറിയാമോ? ആ സ്പീക്കറിന് ഒരു കണക്ടിവിറ്റി ഉണ്ട്. സംടൈംസ് ഇറ്റ് മേ ബി എ USB. അതൊരു പക്ഷെ ഒരു ബ്ലൂടൂത്ത് ആയിരിക്കാം, അതൊരു പക്ഷെ ഒരു വയേർഡ് ആയിരിക്കാം. ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ സ്പീക്കർ ശബ്ദം പുറപ്പെടുവിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, ഇഫ് വി ഹാവ് എ കണക്ടിവിറ്റി വിത്ത് ഹെവൻ, സ്വർഗവുമായി നമുക്കൊരു ശബ്ദമുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊഡ്യൂസ് ദ സൗണ്ട് ഓഫ് ഹെവൻ. ഒന്നും വേണ്ട, നമുക്ക് സ്വർഗത്തിന്റെ വക്താക്കളാകാം. നമുക്ക് സ്വർഗത്തിന്റെ ശബ്ദത്തെ ഈ ലോകത്തിൽ കേൾപ്പിക്കാം. ഒന്നും ചെയ്യണ്ട, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ജസ്റ്റ് കണക്റ്റഡ്. നമ്മൾ കാറിലൊക്കെ കയറുന്ന ഉടനെ ഒരു ഇൻഡിക്കേഷൻ വരും. എന്താണെന്നറിയാം? അപ്പൊ അതിനു മുമ്പേ നമ്മൾ ഫോണിനകത്ത് ഒരു അക്സെപ്റ്റൻസി കൊടുത്താൽ മതി. ഈ അലൗ കണക്ഷൻ വിത്തൗട്ട് ആസ്കിങ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഇത് കൊടുത്താൽ മതി. നമ്മൾ കാറിനകത്ത് കയറുന്ന ഉടനെ പറയും, നിങ്ങളുടെ ഫോൺ കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കണക്ട് ചെയ്യാൻ പോകണ്ട. ഇങ്ങനെ നമ്മൾ അതുമായിട്ട് സിങ്ക് ആകണം. നമ്മൾ സ്വർഗവുമായി സിങ്കായി കഴിഞ്ഞാൽ, നമ്മൾ സ്വർഗവുമായി ഒരു കണക്ടിവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി ദൈവം പ്രൊഡ്യൂസ് ചെയ്തോളും. ആമേൻ. നമ്മളിൽ കൂടെ മാത്രമേ കാൽവറി പൂർണ്ണമാകത്തുള്ളൂ. കാരണം കാൽവറിയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകരുത്. അതിന് നമ്മളും കൂടെ ചിന്തിച്ചാലേ പറ്റൂ. നമ്മൾ കാൽവറിയെ ഉയർത്തുമ്പോൾ കാൽവറി തികവിലേക്ക് വരും. എക്കോസ് ഓഫ് ഹെവൻ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ എക്കോസ് ഓഫ് ഹെവൻ നമ്മളിൽ കൂടെ ലോകത്ത് മുഴങ്ങണം. ഈ രാത്രി എത്ര പേർ ആഗ്രഹിക്കും, യേശുവേ എന്നെ ഉപയോഗിക്കണേ, എക്കോസ് ഓഫ് ഹെവൻ അത് ലോകത്തിൽ കേൾപ്പിക്കാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണേ. അത് ലോകത്തിൽ കേൾപ്പിക്കണമെങ്കിൽ അതിനു മുമ്പേ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ശമൂവേൽ എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു.
സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഏലി കേട്ടില്ല, ഏലിയുടെ മക്കള് കേട്ടില്ല, ആ രാജ്യത്ത് ആരും കേട്ടില്ല. പക്ഷെ ഒരുത്തൻ കേട്ടു, എക്കോ ഓഫ് ഹെവൻ. അത് ശമൂവേൽ ബാലനായിരുന്നു. ഹി ഹേർഡ് ഇറ്റ്. ഈ രാത്രി നമുക്ക് ആ ശമൂവേലിനെ പോലെ സ്വർഗത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നവരായിരിക്കാം.